അതെ, ആഴത്തിന്റെ ഷൂട്ടിന് വന്നിട്ട് താമസിച്ച റൂമിന്റെ റെന്റ് കൈലാഷ് സ്വന്തം പോക്കറ്റ് പേ ചെയ്തിട്ട് പോയി. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും വേണ്ടി ഇത് ചെയ്യില്ല, ഒരു തിരക്കായോണ്ട് ചെയ്തതാണ്. ഇദ്ദേഹം കുറച്ച് സുഹൃത്തുക്കളുമായി ആർത്തുല്ലസിച്ച് ദുബൈയിൽ താമസിക്കാനായിരുന്നു ഇഷ്ടം. അവിടെ കുറച്ച് സെറ്റിങ്സ് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നത് കൊണ്ട് ആ റമദ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് പോയി ദുബായ് താമസിച്ചു. എടാ ഇപ്പൊ നീ പറഞ്ഞ പ്രയോഗം ഭയങ്കര കുഴപ്പമാണ്. അവിടെ കുറച്ച് സെറ്റിങ്സ് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നത് കൊണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ദുബായ് പോണ അർമാദിക്കാൻ പോണല്ലേ. 500 പേർക്ക് മേളിൽ നമ്മുടെ അമ്മ എന്ന സംഘടനയിലുണ്ട്. ഇതിനകത്തൊരു 10 താരങ്ങളാണ്, 10 പേരാണ് തീരുമാനിക്കുന്നത് ഒരു സിനിമ ചെയ്യണോ വേണ്ടത്. അവർ ഒരു സിനിമ യെസ് എന്ന് പറയുന്നിടത്താണ് അതിനുശേഷമുള്ള ഒരു 50 പേർക്ക് ലൈഫുള്ളൂ. ഏറ്റവും മിനിമം ഒരു വർഷം ഒരു 5 സിനിമകളിലെങ്കിലും ഭാഗം ഞാനാവുന്നുണ്ട്. ഒരു വർഷം ഒരു സിനിമ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിന് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കറിയാം. കഥ പറയാൻ ഞാനൊരു അല്പം മോശമാണ്. ഇപ്പൊ ആദ്യകാലത്ത് നല്ലതായിരുന്നു, പിന്നീട് കഥ സാധാരണ തിരിച്ചവരാ. പിന്നീട് ഇവിടെ നന്നാകണ. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ന്യൂമോണിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ലങ്സിനാണ് ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ഡോക്ടറെ, ഇത് ഞാൻ ഡീസൽ മൊത്തത്തോടെ എടുത്ത് കുടിച്ചതല്ല. പക്ഷെ എനിക്ക് അങ്ങോട്ടിരിക്കുമ്പോൾ ഓക്കാൻ, ഞാൻ ഈ ഷോട്ടിന് ഇടയ്ക്കൊന്ന് ഇറങ്ങി ഓടും, വെളിയിൽ പോയി ഓക്കാനിക്ക് ഒന്നും പോകാനില്ല. ഒന്നും പോയല്ല, ഒന്നും പോയാൽ ഭക്ഷണവും ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് അല്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. നമസ്കാരം. മറുവർഷമാണ് മെയിനായിട്ട് സിനിമ മേഖലയിൽ വലിയ ചർച്ച. അതിൻ്റെ മറുവർഷത്തെക്കുറിച്ച് ആദ്യം എനിക്കറിയണം. നമ്മുടെ സിനിമയിലേക്ക് വന്നത് സിനിമാ മേഖലയിൽ വലിയ ചർച്ചയായപ്പോഴാണ്. നിങ്ങൾ താരങ്ങൾ കുറേ പേര് ശമ്പളം കൂടുതൽ വാങ്ങുകയാണ്, നിർമ്മാതാക്കൾ കുത്തുവാൾ എടുക്കുകയാണ്. അതിൻ്റെ മറുവശം ഒന്ന് ആദ്യം പറയാമോ കൈലാഷ്? താരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനൊക്കെ നടീനടന്മാരിൽ പെട്ടവരാണ്. നടനാണെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ കുറച്ചാണ് ഇപ്പോഴും. നമ്മൾ വിശ്വസിക്കാം, നമ്മൾ താരങ്ങളിലില്ല. നമ്മളിപ്പോൾ ഒരാളോട് പറയണം എന്ത് ചെയ്യണം, സിനിമയിൽ അഭിനയിക്കാം, അതല്ല വേറെന്താ ചെയ്യണം എന്നാണ് ഞങ്ങളോടൊക്കെ ചോദിക്കാറുള്ളത്. നമ്മളോട് ചോദിക്കാറില്ല. ഇപ്പൊ ചില അഭിനയം അല്ലാതെ വേറെ ബിസിനസ്സോ അങ്ങനെ എന്താണല്ലോ, ഒന്നുമില്ല, അങ്ങനെ അഭിനയം അതും അതേ ഉള്ളൂ എന്ന് പറയുന്ന നടന്മാരിൽ അപ്പൊ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ ചോദിച്ചവരുണ്ട്. ഇത് മാത്രമായിട്ട് അങ്ങനെ ചോദിച്ചവരുണ്ട്. പിന്നെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, താരസംഘടന അമ്മയിലെ മെമ്പറാണ് അല്ലേ? അതെ. ഞാനല്ല. അതെ, 2 പേര് മെമ്പറാണ്, സീനിയേഴ്സ് മെമ്പേഴ്സുമാരെ. ഈ താരസംഘടന ഇന്നൊരു കത്ത് കൊടുത്തു നിർമ്മാതാക്കൾ, അറിഞ്ഞായിരുന്നോ? കണ്ടിരുന്നില്ലേ? കത്ത് കൊടുത്തു. എന്താ കൊടുത്തതെന്ന് അറിയാലോ അല്ലേ? പറയാമോ? എനിക്കറിയില്ല. അറിയില്ല. താരസംഘടന മറ്റേ കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ അസോസിയേഷൻ മീറ്റിംഗ് വിളിച്ചിട്ട് പത്രസമ്മേളനം പറഞ്ഞു, നാഥനില്ല കളരിയാണ് താരസംഘടന എന്നാണ് പറയുന്നത്. അതിന് ഇപ്പം നിയന്ത്രിക്കാൻ ആരുമില്ല, എല്ലാം പിരിച്ചുവിട്ട സംഘടനയാണ്. അതിന് മറുപടിയായിട്ട് അമ്മ ഇന്നൊരു തുറന്ന കത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, ഇവിടെ അംഗങ്ങളും ഉണ്ട്, എല്ലാ പ്രവർത്തനമുണ്ട്. ഇപ്പം നാഥന്മാർ കൂടുതലാണ്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഉൾപ്പെടെ നാഥന്മാർ കൂടുതലാണ്. അങ്ങനെ പറഞ്ഞതിൽ മാപ്പ് പറയണം, ഖേദം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിൽ എന്താണ് ഒരു സീനിയർ മെമ്പർ എന്ന നിലയിൽ എന്നെ യോജിക്കുന്നുണ്ട്? ഞാൻ സീനിയർ മെമ്പറൊന്നും അല്ല. അമ്മ സംഘടന എന്ന് പറയുന്ന അമ്മ സംഘടന ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ സിനിമ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ കാലത്ത് എന്നെയൊക്കെ ഒരുപാട് എൻ്റർടൈൻ ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളിൽ കൂടി ഒരുപാട് സിനിമകളിൽ, അവരൊക്കെ ഇല്ലാത്ത സിനിമകളില്ല. അങ്ങനെ സിനിമ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ ബീന കുമ്പളങ്ങി എന്ന് പറഞ്ഞ ഒരു നടി, ഞാൻ ആ സിനിമ കാണുന്ന സമയത്ത് ഒട്ടുമിക്ക സിനിമകളിലും പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊരു വീടില്ല. അമ്മ ഒരു വീട് വെച്ച് കൊടുത്തപ്പോഴാണ് അവർക്കിപ്പോൾ ഒന്ന് കയറി കിടക്കാനൊരു വീടുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ പെൻഷൻ കിട്ടിയിട്ട് മരുന്ന് മേടിക്കുന്നവർ, ഇൻഷുറൻസ് തുക കിട്ടിയിട്ട് ആശുപത്രി പോകുന്ന ആൾക്കാർ, അങ്ങനെ നിരവധി ആൾക്കാർ അമ്മ സംഘടന എന്ന് പറയുന്നത് അവർക്ക് വളരെ ആശ്രയിക്കാവുന്ന ഒരു സംഘടനയാണ് അമ്മ. അവർ ചെയ്യുന്ന ആ പ്രവർത്തികളൊക്കെ ആർക്ക് എന്താ അറിയാൻ പാടില്ലാതെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് പറയുമ്പോൾ ഒരു മറുവശമുണ്ട്. അതെ, മറുവശമുണ്ട്. ഇനി ഇതിനൊരു മറുവശമുണ്ട്. എന്റെ സുഹൃത്തുക്കളായ ഈ താരങ്ങൾ ആരും നടന്മാരായിട്ട് മാത്രം അവരെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണോ അറിയില്ല, ഇവരാരും എന്നിൽ നിന്ന് വലിയ പ്രതിഭകളൊന്നും മാച്ചില്ല. ഈ സിനിമ പ്രത്യേകിച്ച് കിട്ടാനേ ഇല്ല അവർക്ക്. ഈ സിനിമയിൽ ഞാനാണ് നിർമ്മാതാവും എന്നുള്ള റോളിൽ നിൽക്കുന്നത് കൊണ്ട് ഇവരാരും എന്നോട് പ്രതിഫലം പറഞ്ഞിട്ടില്ല.
വളരെ ചെറിയൊരു പോക്കറ്റ് മണി, അത് പോക്കറ്റ് മണി എന്നൊന്നും പറയാനില്ല, അങ്ങനത്തെ ഒരു പ്രതിഫലം വാങ്ങിയാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. ജയശങ്കരേട്ടനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉള്ള ആളല്ല, ഈ സിനിമയുടെ കാസ്റ്റിങ്ങിൽ ഏറ്റവും അനുയോജ്യനാണെന്ന് കണ്ട് മാത്രം സമീപിച്ചതാണ്. ജയശങ്കരേട്ടനോട് ഞാൻ പറയുന്നത് എനിക്ക് അത്ര വലിയ പ്രതിഫലം ഒന്നും തരാനില്ല, സിനിമ ഇതാണ്, കണ്ടന്റ് ഇതാണ്, കഥാപാത്രം ഇതാണെന്ന് പറഞ്ഞപ്പോൾ ജയശങ്കരേട്ടനും ഇത്രയേ ഉള്ളോ, അത്രേ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ സാമ്പത്തികം എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞൊരു പേരിന് വേണ്ടിയുള്ള ഫെയറിനാണ്. പിന്നെ ഷഹീലും കൈലാഷും എൻ്റെ സഹോദരന്മാരും പേരിന് പോലും ഇല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ തുടർച്ചയായി 3 സിനിമകൾ ചെയ്തു. ഇനി വരാനുള്ള ആഴം എന്ന് പറഞ്ഞ സിനിമയും കള്ളമെന്ന് December 13 റിലീസായിരുന്നു. ഇതിൽ രണ്ടിലും ഷഹീനും കൈലാഷും ഉണ്ട്. ഇവർക്ക് അപ്പോഴും കിട്ടിയിട്ടുള്ളത് എൻ്റെ പേര് വരുമ്പോൾ ഇപ്പൊ ആ പ്രതിഫലം എന്നുള്ള കോളങ്ങളും ബ്ലാങ്ക് ആവുകയാണ്. അല്ല, ഒരു സിനിമയ്ക്ക് ക്യാമറയും ലെൻസും വേണം. അന്നാമ്മയുടെ പടത്തിൽ ഞാനും കൈലാഷായിട്ടുണ്ട്. എന്ന പോലെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭയങ്കര ഉദാഹരണം. ആഴത്തിന്റെ ഷൂട്ടിന് വന്നിട്ട് താമസിച്ച റൂമിന്റെ റെന്റ് കൈലാഷ് സ്വന്തം പോക്കറ്റ് പേ ചെയ്തിട്ട് പോയി. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും വേണ്ടി ഇത് ചെയ്യില്ല, ഒരു നിനക്കായോണ്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ കൈലാഷിനെ കുറിച്ചൊക്കെ ഭയങ്കര അവിഖ്യാതം ഉള്ളത്. എന്താണ് ഇതൊന്നും അറിയുന്നില്ല ആളുകള്. വേറെ ഉണ്ട്, എനിക്ക് അവിടുന്ന് പോരണ്ടെന്ന് വെച്ച് കൊടുത്തു. അല്ലെ, അവർക്ക് പെട്ടിയെടുത്ത് നോക്കും, അവര് ഗേറ്റ് പൂട്ടിയിടും. പിറ്റേ ദിവസം രാവിലെ ഞാനൊരു ഉദ്ഘാടനം ചെയ്താൽ ആ പൈസ കിട്ടുന്ന വെച്ചിട്ട് ഞാൻ ഈ റൂം റെന്റ് കൊടുത്തിട്ട് പോയി. രാവിലെ ഉദ്ഘാടനം ഇല്ലണ്ട്, അവരുടെ ഇടിയും കൂടെ കൊള്ളാം. പക്ഷെ ഇതിന് മാത്രം കാശ് എന്റെ ആദ്യ സിനിമയായ കല്യാണിസത്തിന് അവൻ പ്രതിഫലമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. പക്ഷെ വേറെ ഉണ്ട്, അജ്മാനിലെ നമുക്ക് ബ്ലാക്ക് സ്റ്റോൺ കൊണ്ടുള്ള ഒരു വലിയ റമദ ഹോട്ടലുണ്ട്. അത് നമ്മൾക്ക് ആദ്യമൊക്കെ യോജിച്ച് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടും അത് കണ്ട. കാരണം എന്ന് വെച്ചാൽ ഒരു 5-6 ഫ്ലോറുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഫുൾ ബ്ലാക്ക് ഇതാണ് സ്ട്രക്ചറിൽ ബ്ലാക്ക് എന്താ പറയാ ഈ മാർബിൾ ഞെട്ടിപ്പോത് കണ്ടാൽ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അത് എപ്പോഴും താമസിക്കണം, ഒരു ദിവസമെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ 2010 നമ്മൾ ആദ്യം യുഎയിലേക്ക് എത്തുന്നത്, ഈ ഫംഗ്ഷനൊക്കെ പോയിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട്. അങ്ങനെ ഞാൻ 2013 നമ്മൾ 14 കല്യാണിസ് എന്ന് പറയുന്ന സിനിമയിൽ സംവിധാനം ചെയ്തിട്ട് എന്നെ വിളിക്കുകയാണ്, ദുബൈയിലേക്ക് വരും, അവിടെയാണ് ഷൂട്ടിങ്. മുകേഷ് ചേട്ടനും ഞാനും അനന്യ കൊച്ചുപ്രേമ ചേട്ടൻ ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് പോകും. ആദിൽ അവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 3-4 ആർട്ടിസ്റ്റുകളും പിന്നെ കുറച്ച് ലെൻസും ബാക്കിയെല്ലാവരും അവിടെയാണ് സംവിധാനം ഉൾപ്പെടെ. അവ ചെല്ലുമ്പോൾ തന്നെ എന്നെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ റംസയിൽ എനിക്ക് റൂം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്കല്ല, ഞങ്ങൾ ഇന്ന് ഹോട്ടലിൽ അത് വേണ്ടെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കുറച്ച് സുഹൃത്തുക്കളുമായി ആർത്തുല്ലസിച്ച് ദുബൈയിൽ താമസിക്കാനായിരുന്നു ഇഷ്ടം. അവിടെ കുറച്ച് സെറ്റിങ്സ് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നത് കൊണ്ട് ആ റമദ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് പോയി. എടാ ഇപ്പൊ നീ പറഞ്ഞ പ്രയോഗം ഭയങ്കര കുഴപ്പമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ദുബായ് പോണ അർമാദിക്കാൻ പോണല്ലോ. അല്ല, ഏതൊക്കെ ഡാൻസ് ബാറിൽ കയറി ഡാൻസ് ബാർ ഇല്ല, പിന്നെ എങ്ങനെ കൈലാഷ് താമസിക്കും അവിടെ? വേറെയുണ്ട്. ഞാനിപ്പോ നാളെ പോകുന്നുണ്ട് ഹൈദരാബാദ്. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് വേണം ഇത് പുതിയ എവിടേക്കാണ്. എന്റെ ആ സിനിമയ്ക്ക് ശേഷം തുടർച്ചയായി ദുബായി പോകുന്നുണ്ട്. അത് സത്യ. എപ്പോ വിളിച്ചാലും ദുബായിലാ, നമ്മൾ വിളിക്കുന്നത് ദുബായിലാ. വിളി ഇവിടെ നിൽക്കണ പിറ്റേ ദിവസം ദുബായിലാന്ന്. വേറെ അർമാദിക്കാൻ പോണെന്നുള്ള മനസ്സിലാവുന്നല്ല. ദുബായിയുടെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി പലപ്പോഴും ഒരു അംഗീകാരം പോലെ, ഒരു ആദരവ് പോലെ നമുക്ക് ഒരു ഗോൾഡൻ വിസ തന്നിട്ടുണ്ട്. അത് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആണ് തരുന്നത്. അപ്പൊ അതിനോടുള്ള ബഹുമാന സൂചകമായി നമ്മൾ പോവുക. അങ്ങനെയൊക്കെ കണ്ടുകൂടെ അതിനെ? അവിടേക്ക് വരാനുള്ള അനുവാദമാണ്. ഈ യുഎയിൽ ഇത്ര നാൾ പ്രവാസിയായി ജീവിച്ച നിനക്ക് കിട്ടാത്ത മുതൽ അതിന്റെ പേരിൽ ഇപ്പോ നമുക്ക് ഗോൾഡൻ വിസ ഉള്ള അവന്റെ പ്രശ്നം. നമ്മൾ പോണതിന്റെ അസൂയാണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത സിനിമ ആദ്യ റൂമിന്റെ പൈസ അടച്ചതിന്റെ ബില്ല് തന്നെ കാണിച്ചിട്ട് അങ്ങോട്ട് വരും. എന്തായാലും അജ്മാനിൽ പോയി അത്രയും വലിയ ഹോട്ടലിൽ നിന്നിട്ട് താമസിക്കാതെ ദുബായിൽ വന്ന് താമസിക്കുമ്പോൾ 20 ദിവസം ഷൂട്ട്, 20 ദിവസത്തെ ആ റൂം റെന്റിന്റെ പകുതി പൈസയ്ക്ക് താമസിച്ചു. അപ്പൊ അന്നേ ഞാൻ ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശരിയല്ലേ? അങ്ങനെയുള്ള നടന്മാരെ നമ്മളെയാണ് താരങ്ങളെന്ന് റെമ്യൂണറേഷനെ കുറിച്ച് ചോദിക്കുകയും. അല്ല, അതിനെല്ലാം ഒരു മറുവശം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് പോയത്. അല്ല, ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ ഉള്ളിൽ ആഗ്രഹം എന്നും നമ്മളെ റെമ്യൂണറേഷൻ കൂടുതൽ കിട്ടണേന്ന്, നമുക്ക് കൂടുതൽ വാങ്ങാൻ സാധിക്കണേ, അതിന് മാത്രമേ പൊസിഷൻ ഇൻഡസ്ട്രിയിൽ വരണേ എന്ന് തന്നെ. അല്ല, ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സിനിമകൾ ചെയ്യുന്നതാണ്. ഈ എൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ? വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആകണ്ടേ? നമ്മൾ വേറെ സിനിമയ്ക്ക് കൊടുത്ത അത്രയും സമയം ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ
30 വർഷമാണ് ലൈഫ് ഇൻവെസ്റ്റ്. ലൈഫ് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. നമുക്കിതിനോടുള്ള ഒരു പാഷനും ഇത് ചെയ്യുമ്പം കിട്ടുന്ന ഒരു സംതൃപ്തിയും, അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ പ്രകടനം കണ്ടിട്ട് നമ്മളോടൊരു സ്നേഹം തരുന്ന സ്നേഹം, അതാണ് നമ്മുടെ ഊർജ്ജം. അല്ല, ഇവിടെ ഈ പറഞ്ഞ കറക്റ്റാണ്. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പൈസ നമുക്ക് വേണം, പൈസ വേണം, കൂട്ടിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നിർമ്മാതാക്കൾ പറഞ്ഞൊരു ന്യായമില്ലാത്ത ഒരു കാര്യമുള്ളത്, ഇപ്പം എന്നെ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടി കൈലാഷപുരാണ്, എനിക്ക് 1 കോടി രൂപയാന്നേ. എൻ്റെ 1 കോടി രൂപയാണ്. കൈലാഷ് വേറെ ആളെ പോകണമെന്നേ. എനിക്ക് ആ ഇയർ 2004 2005 ആണ്. കൈലാഷിനും എന്നെ കൃത്യമായിട്ട് ഓർമ്മ കാണും. അന്ന് ഇതേപോലെ സമരം വന്നു. അന്ന് ആക്ടേഴ്സ് സ്റ്റേജ് ഷോ ചെയ്യാൻ പാടില്ല. അതെ അതെ, അത് ഭയങ്കര സിവിയർ സമരമായിരുന്നു. ആക്ടേഴ്സ് പടം ചെയ്യില്ല എന്ന് പറഞ്ഞു. അന്നത് കോംപ്രമൈസിൽ വന്നത് ഇനി ഏതൊരു ആക്ടറും, ഇറസ്പെക്ട് നമുക്ക് ആക്ടർ എന്ന് തന്നെ പറയും, ഏതൊരു ആക്ടറും മെയിൽ ഫീമെയിൽ ആക്ടേഴ്സിന് 5 ലക്ഷം രൂപ കൂടുതൽ പടം ഷൂട്ടിംഗ് വരെ തീരുന്ന വരെ തരില്ല. റിലീസിന് ശേഷം മാത്രമേ പടത്തിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ബാക്കി റെമ്യൂണറേഷൻ തരൂ എന്നൊരു എഗ്രിമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ അത് എപ്പോഴെങ്കിലും അത് നടപ്പാക്കിയിട്ടില്ല. സോ ചില കാര്യങ്ങൾ പേപ്പറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രി എപ്പോഴും ഫേസ് ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ എല്ലാം പേഴ്സണലാണ്. പ്രൊഫഷണൽ പോയിന്റ് നമുക്ക് എവിടേക്കോ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ താരങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ വിചാരിക്കും നമ്മളവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? അതല്ല, നമ്മളത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടാവുന്ന ചില ഫിക്സേഷൻസ് ഉണ്ട്, ശമ്പളം ഉൾപ്പെടെ, അവരുടെ ഡേറ്റുകൾ ഉൾപ്പെടെ. ചിലപ്പം മറ്റുള്ള നടന്മാർ സിനിമയിൽ എനിക്കങ്ങനെ ഒരുപാട് പേഴ്സണലി ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാനൊക്കെ നമ്മുടെ ലൊക്കേഷനിലൊക്കെ പല നടന്മാരും സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പം ഇവർ വേറൊരു ഡേറ്റോട് കൊടുത്തിട്ടുണ്ടാവും, വേറൊരു സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, വേറൊരു ഫംഗ്ഷന് കൊടുത്തിട്ടുണ്ടാവും. ഇവരോട് ആദ്യം പറഞ്ഞനുസരിച്ച്. പക്ഷെ പലപ്പോഴും ഈ ഡേറ്റുകൾ മാറും, ഇവർ സ്ട്രഗിൾ ചെയ്ത്, പക്ഷേ ഇവർ ഒരു സ്ഥലത്ത് പറഞ്ഞു പോയി. ഇത്തരം ഒരുപാട്, അതായത് ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സ്പേസ് നമുക്ക് കുറച്ചും കൂടി പേപ്പർ വൈസോ അല്ലെങ്കിൽ അതിനൊരു ഇപ്പം ഞാൻ ചോട്ടെ, ഇപ്പോൾ ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയിലും 500 പേര് 600 പേരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയും എല്ലാവരും കല്യാണത്തിന് പോകുന്നുണ്ട്, അവിടെയും ആൾക്കാർ അവരുടെ കൂടെ യാത്രകൾക്ക് പോകുന്നുണ്ട്, അവർക്ക് ഹോളിഡേ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലിസം പോയിന്റ് എവിടെയോ നമുക്ക് മിസ്സാവുന്നുണ്ട്. അതിന് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ പ്രൊട്ടക്ഷൻ കമ്പനീസിലെ അവരുടെയൊക്കെ സിനിമകൾ വരുമ്പോൾ അത് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഒരു പേഴ്സൺ അല്ല, അതൊരു ഓഫീസ് സിസ്റ്റം വർക്ക് ചെയ്യും. പേപ്പർ വർക്ക്സ് ഉണ്ട്, നിയമങ്ങളുണ്ട്, കൃത്യമായി പാലിക്കും. നാളെ ചെയ്യാൻ പോകുന്നത് ഇത് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അത് ഒരു കമ്പാരിസൺ ആയിരുന്നു. ഇതേപോലെ തമിഴ് ബേസ് ചെയ്തൊരു യൂട്യൂബ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പടം അന്ന് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങിച്ച താരം റോബർട്ട് ഡൗണി ജൂനിയർ. അപ്പോൾ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ സാലറി 20 മില്യണിൽ ഫിക്സ് സാലറി, പിന്നെ പടത്തിന്റെ സക്സസിന് ശേഷമുള്ള റേഷ്യോയിൽ അദ്ദേഹത്തിന് നിൽക്കും. അപ്പോൾ അന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ പൈസ ലഭിച്ച റെമ്യൂണറേഷൻ വാങ്ങിച്ച ആക്ടർ എനിക്ക് തോന്നുന്നു അറൌണ്ട് 60 to 65 മില്യൺ ആയിരുന്നു. പക്ഷെ അന്ന് എൻഡ് ഗെയിം കളക്ട് ചെയ്ത് $2 ബില്യൺ ആണ്. അപ്പം അതിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ. ഹോളിവുഡിൽ 2 ബില്യൺ കളക്ട് ചെയ്ത പടത്തിൽ ഏറ്റവും ലീഡ് ആക്ടർ എന്ന് പറയപ്പെടുന്ന റോബർട്ട് ഡൗണി ജൂനിയർ കളക്ട് ചെയ്ത് ഓൾമോസ്റ്റ് 65 ബില്യൺ ആണ്. പക്ഷെ ഇവിടെ ഒരു 400 crore ബഡ്ജറ്റ് എന്ന് പറയുന്ന നമ്മുടെ വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയുടെ റെമ്യൂണറേഷൻ മാത്രം 200 crore ആയി. അത് ഫിക്സ്ഡ് റെമ്യൂണറേഷനാണ്. ഇത് പ്രാക്ടിക്കലി തിയറി നോക്കുമ്പോൾ ശരിയാണ്. ഇതിലൊരു ഇൻജസ്റ്റിസ് നമുക്ക് തോന്നിയേക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുക? ഒരാൾ മാത്രം, ഒറ്റ ആളുടെ റെമ്യൂണറേഷൻ ആണ് 50%. പക്ഷെ അത് കൊടുക്കാൻ ഒരാളുണ്ട്. അത് കൊടുക്കാൻ കേപ്പബിൾ ആയ സ്റ്റാർഡം വിജയ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ അൻവറാമെന്റിനോട് ചോദിച്ചാൽ തരില്ല, മനസ്സിലായി. പക്ഷെ വിജയ് ചോദിച്ചാൽ അത് കൊടുക്കാൻ ഒരു പ്രൊഡ്യൂസർ. സോ ഞാൻ അതൊരു പുള്ളിയുടെ പവറാണ്. അല്ല, അവിടെ ഞാൻ പറയാം, അങ്ങനെ പ്രൊഡ്യൂസർ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് കുറ്റം പറയണത്? താരങ്ങൾ ശമ്പളം കൊടുത്ത് ആ ശമ്പളത്തിന് അഭിനയിക്കുള്ളൂ ഞാൻ. അപ്പം പ്രൊഡ്യൂസർ തന്നെയല്ല വരുന്നത്. അല്ല, അതിന് മാത്രം മമ്മൂക്കായ ലാലേട്ടൻ സ്വന്തം പഴക്കും, മമ്മൂക്കായ ലാലേട്ടനും പൈസ അവർക്ക് താങ്ങാൻ പറ്റില്ല, അവർ സ്വന്തം കമ്പനിയായി. അതിലെന്താ തെറ്റ്? അതിൽ തെറ്റ് പറയുന്നത് എന്താണ് എൻ്റെ ചോദ്യം. നിർമ്മാതാക്കൾ തെറ്റ് പറയുന്നത് ന്യായമാണോ എന്നൊരു ചോദ്യമാണ് ഞാൻ നിങ്ങൾ അമ്മയുടെ മെമ്പർ എന്ന നിലയിൽ തന്നെ ചോദിച്ചത്. നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ കാണും. ഞാൻ പേഴ്സണലി പറയാം, നമ്മൾ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ടേമാണല്ലോ, സിംഗുലറിൽ പറയാം. ഞാൻ പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നത് എനിക്ക് ജോലി തരുന്ന അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിൽ അവരുടെ ഒരു അനുഭവത്തോടെ നമുക്കൊരു ലൊക്കേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. അതിപ്പോൾ നമ്മളിനി എത്ര വലുതോ ചെറുതോ എന്നൊക്കെ ഉള്ളതല്ല, നമ്മളൊരു സിനിമയുടെ ഭാഗമാകുന്ന അവിടെ നിന്നാണ്. കാരണം ഒരു ഡയറക്ടർക്ക് ചിലപ്പോൾ നമ്മളെ വേണമായിരിക്കും, പക്ഷേ ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസറോട് ഓക്കെ പറയുമ്പോഴാണ് നമ്മൾ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പാർട്ട്, ഒരുപാട് പേരോട് സിനിമ ചെയ്യാൻ നടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്ന് ഓണാവുന്നോ അവിടുന്ന് സിനിമയ്ക്ക് എക്സിക്യൂഷൻ, ആ എക്സിക്യൂഷൻ അത് ആരുമായിക്കോട്ടെ, ചിലപ്പം റെഗുലറായി സിനിമ ചെയ്യുന്നവരാവാം, ചിലപ്പം പുതിയതായി സിനിമ വരുന്നവരാവാം, പക്ഷെ
അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയാൻ ഇൻഡയറക്ട്ലി ശ്രമിച്ചൊരു കാര്യം, ഒരുപാട് പേര് കൃത്യമായി ഇതിനെ അറിയാതെ വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഒരുപാട് നഷ്ടങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ അതും കൂടി ഓർത്തിട്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ളൊരു ആക്ഷൻ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതേ പ്രൊഡ്യൂസർ അസോസിയേഷൻ നമ്മൾ അഭിമാനത്തോടെ കാണേണ്ട, എനിക്ക് അഭിമാനത്തോടെ കാണേണ്ട ഒരു സാഹചര്യം ഞാൻ പറയാം. 2002-2004 കാലഘട്ടത്തിലാണ് മലയാള സിനിമയിൽ നിലവിലുള്ള താരങ്ങൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആക്ടേഴ്സിനപ്പുറത്തേക്ക് പുതിയ ആൾക്കാർ വരാതിരുന്നൊരു സമയമുണ്ട്. അത് പുതിയ ആൾക്കാരുടെ സിനിമകൾ ഉണ്ടാവുന്നില്ല, നിലവിലുള്ളവരെ വെച്ച് ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്നു, എല്ലാം ഹിറ്റ്സിലും പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2008 സമയത്താണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിരുന്നു, പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിക്ക് ആവശ്യമുണ്ടെന്നും പുതിയ ആൾക്കാരെ വെച്ച് സിനിമകൾ ചെയ്യണമെന്നും അതിന് വേണ്ട എക്സിക്യൂഷൻ ചെയ്യണമെന്നും പറഞ്ഞ് പ്രൊഡ്യൂസർ അസോസിയേഷൻ തീരുമാനം എടുത്തിരുന്നു. അങ്ങനെ എടുത്ത അന്ന് പ്രസിഡൻ്റായിരുന്ന സുരേഷ് കുമാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞെടുത്ത സിനിമയാണ് നീലത്താമര. ഓക്കെ, നമ്മളത് അങ്ങനെ എടുത്ത് അടുത്ത സിനിമയാണ് ഋതു. അങ്ങനെ ആ സമയത്ത് എല്ലാവരോടും പറഞ്ഞിരുന്നു വേണ്ട സാഹചര്യങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ചെയ്തു തരാം, നമ്മൾക്ക് പുതിയ ആക്ടേഴ്സ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ആക്ഷൻ എടുത്ത പ്രൊഡ്യൂസർ അസോസിയേഷനാണ്. നമ്മളത് കണ്ടില്ലാന്ന് അടിക്കരുത്. അങ്ങനെ 2000, കാരണം ഞാനൊക്കെ അങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ, നമുക്ക് നമ്മുടെ മുത്തിനെ കിട്ടി. എന്റെ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ അവർ അതിനുവേണ്ടി ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്തു, അതിനു വേണ്ടിയിട്ടുള്ള ബാക്കി ഫെസിലിറ്റീസ് തിയേറ്റേഴ്സിനോട് സപ്പോർട്ട് ചെയ്തിട്ട് കാരണം പുതിയ ആൾക്കാരുടെ സിനിമകൾ അന്ന് ആവശ്യമില്ല ഇവിടെ. അന്ന് ആ ആക്ഷൻ എടുത്തതിന്റെ പേരിലാണ് നിലവിൽ നമുക്കിപ്പോൾ ഒരു 10-15 ആക്ടേഴ്സിനെ നമുക്ക് നിലവിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടി. ബിസിനസ് ഉള്ള ആക്ടേഴ്സിനെ നമുക്ക് കിട്ടിയത് അവർ കാരണമാണ്. അപ്പോൾ അവർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇത്തരം ആക്ഷൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു സൈഡിൽ അവർ പറയുമ്പോൾ ബേസിക്കലി ഫിനാൻഷ്യൽ കൺസേൺസ് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ അവർ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യുകയോ അല്ല. ആക്ടേഴ്സ് കേസിൽ എപ്പോഴും സംഭവിക്കുന്നത് ഈ നടിമാർ എന്ന് പറയുന്ന ആൾക്കാരുടെ കേസിൽ പലപ്പോഴും ഈ ഇടയ്ക്ക് നമ്മളിങ്ങനെ സാൻഡ്വിച്ചിനകത്ത് മറ്റേ ചിക്കൻ ഇരിക്കുന്നതല്ല, നമ്മളിങ്ങനെ അമങ്ങി പോകാറുണ്ട്. ആ കൺസേൺ ആണ് ഒരുപക്ഷെ ഇപ്പം അതിൽ വലിയ പ്രശ്നം പറ്റാത്ത ആൾക്കാരൊക്കെ നമ്മൾ. കാരണം നമ്മൾക്കൊക്കെ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടാവും. പക്ഷേ അതല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും കൂടി ഒരു പ്രൊട്ടക്ഷനും ഒരു പ്രൊഫഷണലിസം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. എനിക്കൊന്ന് അമ്മയുടെ ലെറ്ററിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതും കൂടി തന്നെയാണ്. കാരണം 500 പേർക്ക് മേളിൽ നമ്മുടെ അമ്മ എന്നൊരു സംഘടനയിലുണ്ട്. ഇതിൽ ഞാൻ വളരെ സിസ്റ്റമാറ്റിക് കണക്ക് എൻ്റെ ഒരു റീഡിങ് പറയാം. ഇതിനകത്തൊരു 10 താരങ്ങളാണ്, 10 പേരാണ് തീരുമാനിക്കുന്നത് ഒരു സിനിമ ചെയ്യണോ വേണ്ടത്. അവർ ഒരു സിനിമ യെസ് എന്ന് പറയുന്നിടത്താണ് അതിനുശേഷമുള്ള ഒരു 50 പേർക്ക് ലൈഫുള്ളൂ. സിമ്പിൾ ആക്ടേഴ്സിന്റെ കാര്യം ഞാൻ പറയാനേ. ഓക്കെ, അപ്പോഴും നമ്മൾ 50+60 ആയിട്ടുള്ളൂ, 500 പേര് നമ്മളിലുണ്ട്. ആവറേജ് ഞാനൊക്കെ ചെറുതും വലുതും സിനിമകളിൽ ഭാഗമാവുന്നുണ്ട്. ഏറ്റവും മിനിമം ഒരു വർഷം ഒരു 5 സിനിമകളിലെങ്കിലും ഭാഗം ഞാനാവുന്നുണ്ട്. ഒരു വർഷം ഒരു സിനിമ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിന് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കറിയാം. ഞാൻ തൃശ്ശൂർ നിങ്ങളുടെ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള, എൻ്റെ പ്രായത്തിലുള്ള, ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് തന്നെ സിനിമയിൽ വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു എവിടെയല്ലേ? ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. എന്നെ വിളിച്ചില്ലല്ലോ, ഒന്നും ഞാൻ വരില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ കാരണം 2 ദിവസം മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അപ്പോൾ എന്നോട് പറയണം, പറഞ്ഞിരുന്നു ഞാനും കൂടെ വരില്ല, ഞാൻ ഫ്രീ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ല, ഒരു ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനെന്താ? ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഒരു ലൊക്കേഷനിൽ പോയിട്ട്, അവനോട് ജോലി ഇല്ലാതിരിക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞൊരു സാധനമാണ്. അല്ലാതെ ഞാൻ ജസ്റ്റ് ആസ് എ ഫ്രണ്ട്ലി ആയിട്ട് നിന്നോട് അവിടെ വന്നിരുന്നതിന് ഒത്തിരി സൈഡായി ഈ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട്. എന്നോട് ഒരു 3 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ആളാണ്. പക്ഷേ ഇത് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ഉണ്ട്. ഇനി 500 പേരിൽ ഞാൻ വീണ്ടും കണക്ക് പറഞ്ഞാൽ ഒരു വർഷം ഏറ്റവും ക്യാമറയുടെ മുമ്പിലെങ്കിലും എത്തുന്ന ഒരു 100 പേരേ ഉള്ളൂ. വളരെ ആത്മാർത്ഥമായി ഞാനൊരു കാര്യം 2010 ശേഷമാണ് ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് ഇൻഡസ്ട്രി മാറുന്നത്. അതായത് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഡിജിറ്റൽ, അതായത് ഫിലിം ഇല്ല ഇന്ന്, ഡിജിറ്റൽ സ്പേസിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാത്ത 200ഓളം ആക്ടേഴ്സ് നമ്മുടെ അമ്മയിലുണ്ട്. എന്ന് വെച്ചാൽ 2010 ശേഷം അവർ അഭിനയിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഡിജിറ്റൽ ക്യാമറ ആ മെക്കാനിസം അറിയില്ല. ഡിജിറ്റൽ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ചിട്ടില്ലാത്ത, അത് സിമ്പിൾ കണക്ക് നോക്കിയാൽ പോരെ. അതായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാലിറ്റി ഒരു 2010-ഓ 2012-ഓ ശേഷം അവരൊരു സിനിമയ്ക്കുള്ളിൽ അഭിനയിച്ചിട്ടില്ല. ഇപ്പോഴും അവർ അമ്മയുടെ മീറ്റിങ്സിന് വരുന്നുണ്ടാവും. ഇപ്പോഴും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആക്ടറാണെന്നോ നടനാണെന്നോ നടിയാണെന്നോ പറഞ്ഞ് ജീവിക്കുന്ന ഒരു 200 പേരെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിക്കുണ്ട്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ പോയി കാറ് മേടിക്കുന്നിടത്തല്ല, നമ്മൾ പെർഫോം ചെയ്യുന്നിടത്തും നമ്മൾ ചെല്ലുന്നിടത്ത് ഒരു കൈയടി കിട്ടുന്നത് മാത്രമല്ലല്ലോ, നമുക്കല്ലാത്ത ചില മൂല്യങ്ങളും കൂടി ഉണ്ട്. ഒരുപക്ഷെ ഈ സ്ട്രഗിളാണ് എല്ലാ അസോസിയേഷൻസും പറയുന്നത്.
പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുമിച്ചിരുന്ന ഒരു ടേബിളിൽ അവിടെ തീരും. ഒറ്റ ടേബിളിൽ പരസ്യമായി പബ്ലിക്കിലേക്ക് പോവാണ് കാര്യങ്ങളെല്ലാം. ഞങ്ങളൊക്കെ ചെറിയ വേഷങ്ങളാണ് ചെയ്യുന്നത്, മിക്ക പടങ്ങളിലും ചെറിയ വേഷങ്ങൾ. ഒരു ദിവസം 2 ദിവസം വർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഈ പടങ്ങൾ ചെയ്യുന്നത്. എത്ര പടം ചെയ്യും? അതാണ് ഒരു വർഷം എടുത്താൽ 365 എത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യും. ചുരുക്കം ചില പടങ്ങളിലായിരിക്കും ഒരു 10 ദിവസമോ അല്ലെ 15 ദിവസമോ അല്ലെ 20 ദിവസമോ 25 ദിവസമോ ചെയ്യുന്നു. അതൊക്കെ സീൻ ഒരു വരുമ്പോൾ ദിവസം 2 ദിവസമായിരിക്കും. ഇത് കൂടി വന്ന 2-3 പടം അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു വർഷം വർക്ക് ചെയ്യുന്നത്. നിർമ്മാതാക്കൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിക്ക് പറയണം. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളില്ല. അതാണ് എൻ്റെ ഒരു പോയിന്റ്. പറയേണ്ട രീതിക്ക് പറയേണ്ട സ്റ്റൈലിൽ പറയണം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സിനിമയുടെ എത്ര രൂപയായി ചിലവായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ പറയില്ല. അത് പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? എന്തായാലും കോടിയിൽ നിന്നൊക്കെ ഒരുപാട് താഴെയാണ് ഈ അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ചോദ്യം ബുദ്ധിമുട്ടുണ്ടാവുമോ? കൈലാഷിന് വെച്ചൊരു സിനിമ എടുത്തു, ഞാൻ എടുത്തു, കൈലാഷിന് വെച്ചെടുത്ത സിനിമ എനിക്ക് 4 കോടി, എനിക്ക് കിട്ടിയത് 1 ലക്ഷം രൂപ. കൈലാഷ് ബുദ്ധിമുട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കൈലാഷ് പിന്നെ മാർക്കറ്റ് വല്ലതും ഉണ്ടാവുമോ? പക്ഷെ എനിക്ക് തോന്നുന്നു അല്ല, അങ്ങനെ പറയുന്ന തെറ്റുകളെ ഞാൻ പറഞ്ഞു. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ അറിയോ, ഈ പ്രൊഡ്യൂസേഴ്സ് വീട് പോയ അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞൊരു വർഷമായി ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ വീടോ അവന്റെ ബിസിനസ്സോ അവന്റെ വീട് അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരുടെ ഒരു ഫീലിംഗിൽ നിന്നും കൂടി ആവാം ഒരു റിഫ്ലക്സ്. 100% അവർക്ക് വന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പെട്ടെന്ന് വാർത്താ സമ്മേളനം. കാരണം അവരുടെ ബേസിക് പ്രശ്നം ഫിഗറാണ്, നമ്മളുടെ ബേസിക് പ്രശ്നം കണ്ടന്റ് ആണ്. രണ്ട് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പരിപാടിയാണ്. മനസ്സിലായില്ലേ? നമ്മളെ രാവിലെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറക്കി വിടാനില്ല, പക്ഷെ ഒരാൾ വീട്ടിൽ വന്നിട്ട് പൈസ തരൂ എന്ന് പറയുന്നതും, എനിക്കിനിപ്പോൾ ഇന്ന് ഈ മാസം എനിക്ക് സിനിമ ഇല്ല എന്ന് ഞാൻ പറയുന്നതും, എനിക്ക് വീട്ടിലിരുന്നാൽ മതി, മാക്സിമം ഞാൻ പുറത്തു പോകുന്നത് കുറച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലറിയുള്ളൂ. പക്ഷേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ അവൻ്റെ വീട്ടിൽ അയാളുടെ മകൻ അല്ലെ അയാളുടെ ഭാര്യ, അയാളുടെ അമ്മ, അയാളുടെ അച്ഛൻ, അയാളുടെ സഹോദരൻ വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരുത്തനത് കേൾക്കേണ്ടി വരുന്നത്. കാരണം മറ്റേടത്ത് നമ്പറാണ്, പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടന്റും നമ്മുടെ ക്രിയേറ്റീവ് മെന്റൽ സാറ്റിസ്ഫാക്ഷനും പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും കൂടെ നമ്മൾ നിൽക്കുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എല്ലാ ആർട്ട് ഫോമും ഉണ്ടാവുന്നുള്ളൂ. അതെ അതെ എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഒരു ഗാനമുള്ള ടീമുണ്ടെന്ന് വിചാരിക്കും, അവർക്ക് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ഉത്സവത്തിന് അവർക്ക് ബുക്കിംഗ് കിട്ടണം, എന്നിട്ടല്ലേ അവർക്ക് പെർഫോമൻസ് ഉള്ളൂ. ഇതെല്ലാ ആർട്ട് ഫോമിലും സെയിം സ്പേസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ മ്യൂച്വലി എവിടെയൊക്കെ സ്പേസ് പിടിക്കാൻ പറ്റുമെന്നേ. ഇത് ഇൻഡസ്ട്രി ഇതിന് മുമ്പ് ഇതുപോലത്തെ പല ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. ഇരുന്ന് സെറ്റാവും ആവട്ടെ, ആയേ പറ്റൂ, നമുക്ക് സമരം ഉണ്ടാവരുത്. ഞാൻ പറയാം, അന്ന് 2004 ഈ സംസാരം ഉണ്ടായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ട് പോയിരുന്നു, റിവൈസ് ചെയ്തു. പിന്നെ ഇപ്പോൾ അതിൻ്റെ ടൈം വന്നതായിരിക്കും. വീട്ടിൽ OTT ഇറങ്ങുമ്പോൾ OTTയിൽ കൊടുത്തു കഴിഞ്ഞാൽ സിനിമ മറ്റേ പടുത വലിച്ചു കെട്ടി ഓടിക്കണമെന്ന് പറഞ്ഞവരാണ് അന്ന് ഡിസ്ട്രിബ്യൂട്ടർമാർ. പക്ഷേ പിന്നെ OTTയിലേക്ക് ആശ്രയിക്കേണ്ട വന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. സമരങ്ങൾ ഒരു വഴിക്ക് പോകുമ്പോഴും ഈ പറഞ്ഞ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് പ്രശ്നം ചർച്ച ചെയ്താൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. താരങ്ങൾ അമിത ശമ്പളം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ താരങ്ങൾ അമിത ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ വിലയുള്ളത് കൊണ്ടാണ്. പക്ഷെ അവർ കുറയ്ക്കാൻ പറഞ്ഞാൽ അവർക്ക് കുറയ്ക്കാൻ കഴിയില്ല. അവിടെയാണ് എൻ്റെ ചോദ്യം. അത്തരം താരങ്ങളുടെ പുറയിലേക്ക് ഈ നിർമ്മാതാക്കൾ പോകാതെ എത്രയോ താരങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ എത്രയോ 10-200 പേര് വെറുതെ ഇരിക്കുമല്ലേ, അവർക്ക് അഭിനയിക്കാൻ ഒരു അവസരം കൊടുക്കാൻ പറ്റില്ലേ? യാത്ര ചെയ്താൽ പ്രശ്നമില്ല. അന്നാമ്മയുടെ ഞങ്ങൾക്ക് തരണ പോലെ, അന്നാമ്മയുടെ ഞങ്ങൾക്ക് അവസരം തരണ പോലെ അങ്ങനെ ഒരു അവസരം കൊടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഞാനത് ഉപയോഗിക്കും. അവർ വലിയ പണിയില്ലാതിരിക്കണം, അത് ചെറിയ പൈസ കൊടുത്തവരെ എന്നിലേക്ക് വലിച്ചുകൊണ്ട് പോകും. ശരി, പണിയില്ലാത്ത കുറെ പേരെ വെച്ച് മറുവശം ചെയ്തു. അങ്ങനെയാണ്, പണിയില്ലാത്ത കുറെ പേര്. പണിയില്ലാത്തവരൊന്നുമല്ല, അവരെല്ലാം പണിയുള്ളവരെന്നെ. പക്ഷേ നീ അത് റീപ്ലേസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് പണി അറിയാവുന്നവരെന്തെങ്കിലും, പണി ചെയ്ത് പരിചയമുള്ളവരെന്തെങ്കിലും പറയും. പക്ഷെ അനുറാം അങ്ങനെ അഭിനയിപ്പിച്ചിട്ടും ഈ മറ്റേ പ്രതിസന്ധി മാറില്ല. അല്ല, മാറും. ഒരിക്കലും മാറില്ല. അല്ല, നമ്മൾ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് കാണാം, സിനിമ മൂഡ് കിട്ടും, അതെ, അത് എൻജോയ് ചെയ്യാം, ആ പ്രൊഡക്ഷൻ ഫുഡൊക്കെ ഒന്ന് കഴിക്കാം, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അനുവിന്റെ സിനിമ ഏറ്റവും രസം അതാ. നമ്മളിപ്പം രാവിലെ വന്നു ഷൂട്ട് ചെയ്തില്ല, ചിലപ്പോൾ നമ്മൾ ഏതൊരു പോയി ചോദിക്കില്ല, ഇന്ന് എനിക്കുണ്ടോ, നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ മാത്രമൊക്കെ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ അവസ്ഥ ഇതാണ്. ഓ അങ്ങനെയാണോ? അതും നമ്മൾ കേൾക്കണം. കാരണം നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. ഒരു ദിവസം ഷെയ്ക്ക് ഷൂട്ടില്ല, ഷെയ്ക്ക് വീട്ടിൽ റൂമിലിരിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, അയ്യോ നമ്മൾ ഒരുമിച്ചാണ് എല്ലാ ദിവസം കഴിക്കുന്നത്, ഷെയ്ക്ക് കഴിച്ചില്ലേ, ഷെയ്ക്ക് അവിടെ ഫുഡ് എത്തിയിട്ടുണ്ടാവോ? അപ്പോൾ അതിന് പെട്ടെന്ന് ഷെയ്നെ വിളിച്ചു, നിനക്ക് വിശക്കണില്ലേ, നീ ഇത് കഴിക്കാൻ വരാത്തെ? അല്ല എനിക്ക് ഷൂട്ടില്ലല്ലോ. ഇവിടെ പറഞ്ഞു, ഒരു നിനക്ക് ഒരാൾക്ക് വേണ്ടി ഇവിടുന്ന് പ്രൊഡക്ഷൻ വണ്ടി വിടാനും പരിപാടിയൊന്നും ഇല്ല, ഇങ്ങോട്ട് വരും. 2:30 ഒന്ന് കഴിച്ച് ഷെയ്ഖ് ഒന്ന് കഴിച്ചിട്ട് പോയി. ഒന്നും വണ്ടി സംഭവിച്ചാണെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷേ ചിലപ്പോൾ സംഭവിച്ചു കാണും.
സംഭവിക്കാൻ അവിടെ സാധ്യതയുള്ളല്ലോ. ഒരു സംഭവം തുടങ്ങി വിളിച്ചു, ഒരു നാടക വണ്ടി പോലെ ഒരു വണ്ടി വരുന്നുണ്ട്, ചിലപ്പോൾ എനിക്ക് ഫുഡ് കൊണ്ടായിരിക്കും. ഇതെല്ലാം ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നതാണ്. ചില സിനിമകൾ അങ്ങനെയുമുണ്ട്. അങ്ങനെ ഇങ്ങനെ പോകുന്ന സിനിമകൾ രസമാണ്. ഇപ്പം ഈ പറഞ്ഞത് ദേവ വർഷം കഴിക്കാൻ അതൊരു ബന്ധങ്ങളാണ്, ബന്ധങ്ങൾ നടക്കുന്ന രസകരമായാണ് അവരെല്ലാവരും എടുക്കുന്നത്. അവിടെ ഒരു വഴക്കില്ലല്ലോ. അതെ അതെ. അല്ല, ആ ബന്ധത്തിന്റെ വഴക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അനുവിന് മുകേഷ് ചേട്ടൻ പരിചയപ്പെട്ട ഒരു സാക്ഷിയാണ് ഞാൻ. അപ്പൊ മുകേഷ് ചേട്ടൻ ലണ്ടനിൽ ഇവിടെ പോയിട്ട് മുകേഷ് ചേട്ടനോട് ഫോണിൽ കഥയൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് കൺട്രോളർ മുകേഷ് ചേട്ടനുമായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മുകേഷ് ചേട്ടൻ പറഞ്ഞു, കാര്യം ചെയ്യും, ഞാൻ ലണ്ടൻ അങ്ങനെ പുറത്തോടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദുബായിൽ ഇറങ്ങും. അനുവിന്റെ ആദ്യത്തെ സിനിമയാണ് കല്യാണി സാർ, 2014 അല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും ഷൂട്ട് തുടങ്ങി. അപ്പോൾ മുകേഷ് ചേട്ടൻ വരും. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ വിശ്വാസമില്ല ഇവരെ. മുകേഷ് ചേട്ടൻ വരുമോ? ഞാൻ സത്യമായിട്ട് ചോദിച്ചു, മുകേഷ് ചേട്ടൻ വരുമോ? അപ്പോൾ കൺട്രോളർ പറഞ്ഞു മുകേഷ് വരും, ഞങ്ങൾ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള. അങ്ങനെ മുകേഷ് ചേട്ടൻ വന്നു. പിറ്റേ ദിവസം രാവിലെ ആദ്യമായിട്ട് അദ്ദേഹം ലൊക്കേഷനിലേക്ക് വരിക. അപ്പോൾ ഞാൻ അദ്ദേഹം വരികയല്ലേ എന്ന് വിചാരിച്ചിട്ട് മേളിലത്തെ ഒരു ഫ്ലാറ്റിൽ നിന്ന്, മേളിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, താഴെ വന്നിട്ട് മുകേഷ് ചേട്ടനെ ഞാൻ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഒരു സീനിയർ. അങ്ങനെ മുകേഷ് ചേട്ടൻ വന്നു, എടാ എങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളൊക്കെ, ഞാനിങ്ങനെ യാത്ര കഴിഞ്ഞ് വരിക, ഇവിടെ എങ്ങനെയാണ് ഷൂട്ടിംഗ് നന്നായി നടക്കുന്നുണ്ടോ, ഓക്കെ അല്ലേ എന്നൊക്കെ മുകേഷ് ചേട്ടൻ ഒരു സൗഹൃദ സംഭാഷണം ചെയ്യുമ്പോൾ ഡയറക്ടറോട് ഞാൻ ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എന്നെ എല്ലാം അയച്ചു തന്നിരുന്നു, ഞാൻ വായിച്ചു. എവിടെ എന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കും, അനുറാമയുടെ. അപ്പൊ ഇവൻ വന്ന് താഴെ നിൽക്കണ്ടേ, ഇവനെ കാണുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും തിരക്കിളക, അനുറാമയുടെ. പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ലാൻഡ് ക്രൂസറിൽ വന്ന് ഇറങ്ങും. അപ്പൊ പറഞ്ഞു ഒന്ന് പുറത്ത് പോയി, ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പൊ വിളിച്ചാലോ. ഇപ്പൊ നമ്മളെല്ലാം വെയിറ്റ് ചെയ്യാണ് ഈ ഫ്ലാറ്റിന്റെ താഴെ. ഒരു യുഎഇല്ലേ ഭയങ്കര ഒരു പോഷ് കാറിൽ വന്ന് ഇറങ്ങാൻ പോവാണ്. അവിടെ വലിയ ബിസിനസ് ചെയ്യുന്ന ആള്. അങ്ങനെ ഇരിക്കുമ്പോ ഈ ടൊയോട്ടയുടെ വാൻ പോലത്തെ ഒരു വലിയ ഈ ജോലിക്കാരൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടി ഇങ്ങനെ വന്നിട്ട് ഈ പോർച്ചിലേക്ക് നിന്ന്. ഈ വണ്ടി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിനകത്താണ് ആർട്ട്, ഫുഡ്, സകല പരിപാടി ആ ഒരു വണ്ടി വെച്ചിട്ട് കളിക്കും. 17 സീറ്റിൻ്റെ ഒരു വണ്ടിയാണ്. എനിക്കു അപ്പൊ ഞാൻ ആവശ്യമില്ലാത്ത ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്തു വെച്ചേക്കാം. അനുറാം സംവിധാനം ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നാണ് എവിടെ. അപ്പൊ ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങും എന്ന് മുകേഷ് ചേട്ടൻ വിചാരിച്ചിട്ടില്ല. ഈ വണ്ടിയിൽ നിന്ന് സംവിധാനം ഇറങ്ങും. എനിക്ക് അപ്പുറത്തെ സീറ്റിൽ നിന്ന് ഇറങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയോ ഞാൻ ഇച്ചിരി ആർട്ടിലെ സാധനം മേടിക്കാൻ പോയത്. ഞാനാണ് സംവിധായകൻ. മുകേഷ് ചേട്ടാ, ഈശ്വര നീയാണോ? എന്താ എനിക്ക് മാത്രം ഈ കൂട്ടത്തിൽ ഹെവി ലൈസൻസ് ഉള്ളൂ? കാരണം എനിക്ക് ഈ ലൊക്കേഷനിൽ എനിക്ക് മാത്രമേ ഹെവി ലൈസൻസ് ഉള്ളൂ. ഞാൻ പോയാലും നടക്കുള്ളൂ. ഈ വണ്ടി വേറെ ആരെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, പോലീസ് പിടിച്ച ഞാൻ തന്നെ ഇത് ബാക്കി നോക്കണം. അങ്ങനെയൊക്കെയുള്ള സംവിധായകനാണ്. അങ്ങനെയൊക്കെയുള്ള സംവിധാനം. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരും എല്ലാം ചെയ്യേണ്ടി വരും. ഇവരെ കൂടി ചെയ്യിക്കാം. ഞാനെങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരും ചെയ്യും. അങ്ങനെ ബുദ്ധിമാനാണ് കേട്ടോ. അല്ല, ഭയങ്കര ബുദ്ധിമാനാണ്. കാരണം എന്താ വെച്ചാൽ പണ്ട് അസിസ്റ്റേറ്റർ ആയിരുന്നു. ഇവിടുന്ന് അച്ഛൻ സിനിമ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ജോർജ് സാറിന്റെ കസിനും പാർട്ണറൊക്കെയാണ് അച്ഛൻ. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ ഇവിടെ നിന്ന് നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ ഗൾഫിലേക്ക് വിട്ട് അവിടെ ജോലിയൊക്കെ ചെയ്ത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് 2 മാസം കഴിഞ്ഞ് തിരിച്ച് അച്ഛൻ കറക്റ്റായിട്ട് കയറ്റി വിടും. കാരണം ഇവൻ ഇവിടെ സിനിമ എന്ന് പറഞ്ഞ് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അച്ഛനെ ഇത് ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അജ്മാനിൽ നടക്കുന്ന ഒരു കഥ അവിടെ നിന്ന് എഴുതി ഞാൻ അവിടെ പ്രൊഡ്യൂസറൊക്കെ സെറ്റപ്പ് ചെയ്ത് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളൊരു 5 ആർട്ടിസ്റ്റിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്ത മഹാനാണത്. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ചു. അച്ഛൻ എൻ്റെ ആദ്യത്തെ സിനിമ കണ്ടത്. ഒരു മനുഷ്യനാണ് നമ്മുടെ സംവിധായകൻ. ഈ മറുവശം എന്താണ് പറഞ്ഞു വെക്കുന്നത്? മറുവശം ഒരു ത്രില്ലർ സിനിമയാണ്. ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ കാറ്റഗറി വരുന്ന സിനിമയാണ്. അത് ഒരു നൈറ്റ് സെക്യൂരിറ്റി, ATMൻ്റെ നൈറ്റ് സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് നമ്മുടെ സുരേന്ദ്രൻ എന്ന കഥാപാത്രമാണ് ജയശങ്കരായിട്ട് ചെയ്യുന്നത്. അവിടെ നടക്കുന്നൊരു റോബറിയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും അതിൻ്റെ എൻക്വയറിയും തുടർന്ന് ഇവരുടെ ലൈഫിലേക്ക് കൂടെ പോയി അതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും പോർട്രേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഒരു ത്രില്ലർ സ്വഭാവത്തിൽ പോകുന്ന സിനിമയാണ്. നോൺ ലീനിയർ ആയിട്ടാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇവരുടെ ഇമോഷണലി ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി ഇടകലർത്തി ആ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നൊരു ത്രില്ലറാണ്. തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ ഇവരൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ. സത്യസന്ധമായി പറഞ്ഞാൽ ജയശങ്കരേട്ടൻ്റെ കഥാപാത്രത്തിന് ഞാൻ നോർമലി നമ്മൾ ചിന്തിക്കുന്ന ചില ആക്ടേഴ്സിലേക്ക് ആയിരുന്നു ചിന്തകൾ. ഇന്ദ്രസേട്ടനെ പോലുള്ള ആക്ടേഴ്സിലേക്ക് ആയിരുന്നു ചിന്ത. അതുകൊണ്ടാണ് സുരേന്ദ്രൻ എന്ന് പേരിട്ടത് പോലും. അങ്ങനെയാണ് എഴുതി തുടങ്ങിയത്. പിന്നീട് ഈ സിനിമ ഒരു വലിയ പ്രൊഡക്ഷൻ സെറ്റപ്പിൽ ചെയ്യുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിൽക്കുന്ന സമയത്ത് അത്തരം മൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ആ പ്രൊഡ്യൂസർ ഒന്ന് മാറിയപ്പോൾ ചെറിയ സിനിമയായപ്പോൾ അത് പിന്നെ ആരെയും എന്നുള്ളൊരു ചിന്ത വന്നു. ആ ചിന്തയിൽ അങ്ങനെ ഒരുപാട് പേരെ സർഫ് ചെയ്ത് ഞാൻ യൂട്യൂബിലും ഇതുമൊക്കെ ഇരുന്നു.
ഒരു ആക്ടർ എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ജയശങ്കരേട്ടൻ്റെ മുഖം ഒരു ദിവസം 12:30 മണിക്ക് ഓർമ്മ വന്നു, 12:30 1 മണിക്ക്. അപ്പോൾ തന്നെ ഞാൻ കൈലാശിനെ വിളിച്ചു, എടാ ഈ കഥയ്ക്ക് ജയശങ്കരേട്ടനായാലും എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഞാൻ ആടാ സൂപ്പർ ചോയ്സ്, ഉഗ്രം ചോയ്സാണ്. അപ്പോൾ ജയശങ്കരേട്ടൻ്റെ നമ്പറില്ല, ഒന്നുമില്ല. ഞാൻ ജയശങ്കരേട്ടൻ്റെ FB-യിലൊക്കെ ഉണ്ടോ നോക്കിയപ്പോൾ FB-യിലുണ്ട്. മെസ്സേജ് അയച്ചു. എന്നിട്ട് ഇവിടെ നിന്നോ രാവിലെ 6 മണിക്ക്, ഞാൻ സാധാരണ 4 മണിക്ക് 5 മണിക്ക് കിടന്നിട്ട് ഉച്ചയ്ക്ക് എഴുന്നേക്കുന്നതാണ്, അതെനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഈ ജയശങ്കരേട്ടനെ ഒപ്പിക്കണം. എന്നിട്ട് ഞാൻ ജയശങ്കരേട്ടൻ 6:30 മണിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ ജയശങ്കരേട്ടൻ ഫോൺ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനൊരു ഡയറക്ടറാണ്, ഇങ്ങനൊരു പടത്തിൽ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാനാണ് കഥ പറയുക. അപ്പോൾ കഥ പറയാൻ ഞാനൊരു അല്പം മോശമാണ് ഇപ്പോൾ. ആദ്യകാലത്ത് നല്ലതായിരുന്നു, പിന്നീട് കഥ കൈലാശിനോടൊക്കെ സിനിമ കഥ പറഞ്ഞപ്പോൾ ഞാൻ നല്ലതായിരുന്നു. അതിനുശേഷം ആ കോൺഫിഡൻസ് ഒക്കെ പോയിട്ട് ഇപ്പം മോശമായി. ഇപ്പം ജയശങ്കരേട്ടൻ വളരെ ഒന്നും പിടികിട്ടില്ല. പക്ഷെ അത് പിന്നീടാണ് ജയശങ്കരേട്ടൻ എന്നോട് പറയുന്നത്, എനിക്ക് വളരെ ഒന്നും പിടികിട്ടില്ല, പക്ഷെ എന്തോ അതിന് കണ്ടന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി, അങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നു. അതുപോലെ ആമാസ പ്രിയായിരുന്നു. എന്തായാലും താങ്ക് യു ജയശങ്കരേട്ട, ഞങ്ങളുടെ ടീമിലേക്ക് വന്ന് ജോയിൻ ചെയ്തതിന്, ഈ സിനിമയായിട്ട് കോഓപ്പറേറ്റ് ചെയ്തതിന്. ഇനിയുള്ള ഒരു സിനിമയിൽ ശമ്പളം കിട്ടുന്ന വിചാരിക്കും. കാരണം അനുവിൻ്റെ ആദ്യത്തെ സിനിമ 2013-14 ഞാൻ പരിചയപ്പെട്ടു. അതിനുശേഷം അവൻ ചെയ്ത എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്തു, പിന്നെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേട്ടൻ ഉണ്ടാവും. അല്ല, മറുവശത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രൽ ക്യാരക്ടർ ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സാധാരണ എന്നെ പോലുള്ള ഒരാൾ കൈലാഷ് പറഞ്ഞ കറക്റ്റാണ്, ഞാൻ ഇതിനകത്ത് വില്ലിങ് ആകാൻ പാടാണ്. അല്ല, എനിക്ക് അതായിരുന്നു പേടി. നമ്മൾ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് സെൻട്രൽ ക്യാരക്ടറൊക്കെ പോയി നമ്മൾ ചെയ്തിട്ട് ആ സിനിമ എന്താവും ഒരു ഭയം. പക്ഷേ എനിക്ക് ജയശങ്കരേട്ടൻ്റെ ബോഡി ലാംഗ്വേജ് അടക്കം വേണമായിരുന്നു, അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് അടക്കം വേണമായിരുന്നു ആ കഥാപാത്രത്തിന്. പെട്ടെന്ന് ആരും കയറി ചിലപ്പം സമ്മതിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ അങ്ങനെയുള്ള സിനിമകളല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു സെൻട്രൽ പക്ഷേ ആ കൺസേൺ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളൊരു ഏറ്റവും പ്രധാനപ്പെട്ട വേഷമാണ്, അല്ലെങ്കിൽ ഒരു ടൈറ്റ് എന്താ പറയുന്നത് അല്ലേ, സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പടത്തിന്റെ ഹീറോ ആണ് ശരിക്കും. അപ്പം ജയശങ്കരേട്ടൻ ചിലപ്പോൾ അയ്യോ അത് വേണമെന്ന് ചോദിച്ചാൽ തീർന്നു നോക്കുക. ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ ഇടാം, അത് അധികം പറയാതെ ക്യാരക്ടർ പറഞ്ഞു നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു നോ വന്നാൽ നമുക്ക് കേസാക്കി എളുപ്പമല്ല. അല്ല, അതിന് പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഈ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് എല്ലാം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സെൻട്രൽ എല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് സെൻട്രൽ ക്യാരക്ടറാണ് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഹീറോയ്ക്ക് ക്യാരൊന്നുമില്ല, ഞാനെൻ്റെ ഒരു ഹീറോയ്ക്കും ഇല്ല. ആകെ ദം ചെയ്ത സമയത്ത് ലാൽ സാറിനും ഷൈൻ ടോം ചാക്കോയും കൊടുത്തു പോകും. പിന്നെ ഞാൻ സ്വന്തം എൻ്റെ എന്തായാലും താങ്കളെ സംബന്ധിച്ചോളം ഇത്ര ഒരു ക്യാരക്ടർ വലുതാണ്, ഒരു സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറാണ്. പക്ഷേ ഇതുവരെ പല ആളുകളും അങ്ങനെ സമീപിച്ചിട്ടുള്ള ഇവർക്ക് താങ്കളുടെ ഒരു വിശ്വാസത കൂടിയുണ്ട്. താങ്കൾ ചെയ്താൽ ഓക്കെ ആണെന്ന് ഇവർ എല്ലാവരും ആലോചിച്ച് ചെയ്താണല്ലോ. അത്തരം ഒരു കഥാപാത്രം കിട്ടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എനിക്ക് എന്തോ പോലെ, താങ്കൾക്ക് എന്തോ പോലെ തോന്നിയത് ചേട്ടനെ സംബന്ധിച്ചുമ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ഏട്ടൻ ചില ഓക്കെ ആവുന്നില്ല, ഏട്ടൻ ചെയ്താൽ പെർഫെക്റ്റ് ആണ്, ഏട്ടന് സമ്മതിക്കുമെന്നുള്ളതാണ്. എനിക്കും കൈലാഷേട്ടും ഞാൻ വേണ്ടി ഇത്ര സുഹൃത്ത്, ഞങ്ങൾക്ക് അറിയാം എക്സാക്ട്ലി ആ ഷൂട്ട് സെറ്റ് എന്തായിരിക്കും, അവിടുത്തെ പരിമിതികളെ കുറിച്ച് നമ്മൾ അവെയറാണ്. പക്ഷേ ഏട്ടൻ അതിലേക്ക് ജോയിൻ ആവൂ എന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് അധികം ഓപ്ഷൻസ് ഇല്ല, ഒന്നുമില്ലല്ലോ. ഇത്തരം ഒരു ചെറിയ പടത്തിലേക്ക് ഏട്ടൻ വില്ലെങ്കിൽ ഇത്രയും ദിവസം ഷൂട്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹം നോർമലി വാങ്ങുന്ന റെമ്യൂണറേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ ചെയ്യാൻ സാധ്യതയില്ല. എങ്കിൽ പോലും സ്റ്റോറി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ കുഴപ്പം റൂമിന് റെന്റ് കൊടുക്കണം അറിയില്ല. അതുകൊണ്ട് നമുക്ക് അതൊക്കെ അവരെ കൊണ്ടേ ഉള്ളു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിരുന്നു. ഇനി ചിലപ്പോൾ ജയശങ്കരേട്ടനെ കൊണ്ട് കൊടുക്കും. അത്ര ഒരു പൊസിഷനിലേക്ക് വളരാൻ പറ്റി നിങ്ങൾ അനുഭവിക്കാൻ പോണുള്ളൂ കൊണ്ട് അത്ര ഒരു പൊസിഷനിലേക്ക് എനിക്ക് വളരാൻ പറ്റിയില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ ഉണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും. കൈലാഷിന്റെ ഒരു ആവശ്യം വന്നാൽ എനിക്ക് ആദ്യം വേദനിക്കും. വാഴും ഗോകുലത്തെ ശ്രീകുട്ടൻ തമ്പുരാണെന്ന് അവനെ കുറിച്ച് സ്ക്രോൾ ഇറങ്ങുമ്പോൾ ആദ്യം വേദനിക്കുന്നത് ഞാൻ. അല്ല ഇതിലൊരു സാഡ്സ് ഉണ്ട്. ഇപ്പൊ അത് പറയേണ്ട ഒരു കാര്യം മറ്റൊരു പറയാം. അതായത് നമ്മൾ മറുവശത്ത് ഡബിങ് നടക്കുമ്പോൾ ചിത്രാഞ്ജലി പടമാണ് നമ്മള്. അപ്പൊ അവിടെ അന്ന് കൈലാഷേട്ടൻ ബർത്ത്ഡേ. അപ്പൊ കൈലാഷേട്ടൻ വരികയാണ്. അപ്പൊ പറഞ്ഞു കൈലാഷിനും വൈഫും വരുന്നുണ്ട്. അപ്പൊ കേക്ക് വാങ്ങാം. കേക്കൊക്കെ വാങ്ങിച്ച എല്ലാം കഴിഞ്ഞ് കേക്കൊക്കെ തുറന്ന് കട്ട് ചെയ്യാൻ വരും. ഒരു കാര്യമില്ലാതെ കൂൾ സ്റ്റാർ കൈലാഷ് അത് എഴുതി വെച്ചിരുന്നതാണ്. അത് അല്ല, ഇത് പറയാനുള്ള ഒരു ലിബർട്ടിയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നിടത്താണ്. ഇപ്പൊ വാഴും ഗോകുലത്തെ ശ്രീകുട്ടൻ ഞാനൊരു അല്ല ഇതിനൊരു ഉത്തരവുണ്ട്. ഞാൻ ഇപ്പൊ എവിടെ മനസ്സിലായി. അന്ന് രാത്രി തന്നെ ഞാൻ പൈസ കൊടുത്ത് ഇറങ്ങി പോകുന്നു.
ഞാനൊരു ഇവരോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത്രയും കാലടിച്ച് അങ്ങനെ പറയുന്നത്, വാഴങ്കോവിലത്തെ ശ്രീകുട്ടൻ തമ്പുരാനോട് കളിക്കരുത്. അപ്പൊ ഇവനോട് ചോദിച്ചു, എടാ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് സായികുമാർ ഏട്ടനാ, ഒരു ലെജൻഡറി ആക്ടർ. സായികുമാർ ഏട്ടൻ ആ സമയത്ത് എന്നെ നിയന്ത്രിക്കില്ലേ, എന്തുകൊണ്ട് അത് നിയന്ത്രിച്ചില്ലെന്ന് നീ ഓർത്തിട്ടുണ്ടോ? അപ്പോൾ ശരിയാണ്, ഭയങ്കര പെർഫെക്റ്റ് ആയ ഒരു ചോദ്യമാണ്. അല്ല, ഒരു പക്ഷേ എന്നോട് ഒരുപാട് പേര് അത്തരത്തിലുള്ള തമാശകളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ആരോട് അത് അവനോട് എനിക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്ന, കാരണം ഒരു പോയിന്റ് ഞാനോട് ചോദിച്ചത് അത്രേ ഉള്ളൂ. അപ്പോൾ സായികുമാർ ഏട്ടനെ പോലെ ഒരാൾ നിയന്ത്രിക്കും, ഉറപ്പായിട്ട് നിയന്ത്രിക്കും. അത് ഞാൻ ജയശങ്കർ ഏട്ടൻ നിന്നാൽ പോലും കൈലാഷ് അങ്ങനെ ചെയ്താൽ കൈലാഷ് അത്രയും കൂട്ടണ്ടെന്ന് പറയും. അപ്പോൾ സായികുമാർ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ആ ക്യാപ്റ്റനും കൂടി അപ്രൂവ് ചെയ്തിട്ട് ആ ക്യാപ്റ്റൻ, നമ്മൾ അത് ആലോചിക്കണം, ഒരു ക്യാപ്റ്റൻ അപ്രൂവ് ചെയ്ത് വിട്ടൊരു സാധനമാണ്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് അത് കൂടുതൽ വേണം, ലൗഡായി വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ നടന് അന്നത്തെ അവസ്ഥയിൽ നിയന്ത്രണം, ആ കൺട്രോൾ ഉണ്ടായിരുന്നില്ല, ആ വേവ് ലെങ്തിൽ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അത് സായികുമാർ ഏട്ടനെ പോലെ ഒരാൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഒരു ക്യാപ്റ്റൻ കട്ട് പറയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ട്രോൾ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹമായിരിക്കും ട്രോൾ ചെയ്യപ്പെടുന്നത്. അതിൽ വിഷമമുള്ളതാണ്. കൈലാഷ് മിഷൻ സി എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് തോന്നുന്നത് ട്രോള് വന്നപ്പോൾ ഇത്രയും വിഷമം ഉണ്ടായി. മിഷൻ സിയിൽ തോക്ക് പിടിച്ചിരിക്കുമ്പോൾ ഒരു കാര്യമില്ല, ട്രോളുകൾ ഞാനത് ഇടപെട്ട് ഞാൻ പോസ്റ്റ് എഴുതും. ഞാൻ ആദ്യം പോസ്റ്റ് എഴുതുന്നതാണ്. എവിടെ നോക്കിയാൽ അവൻ കണ്ടിട്ട് കമന്റ് കണ്ടിട്ട് എടാ നിന്റെ കമന്റ് കണ്ടു എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവൻ കാണാൻ വേണ്ടി ഇരുന്നല്ല, ആ കമന്റ് എനിക്ക് എഴുതിയിരിക്കാൻ പറ്റും. ഞാൻ ഈ കാരണങ്ങൾ എഴുതും. അപ്പോൾ മിഷൻ സിയിൽ തോക്ക് പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് എന്തിനാണ് ഇത്ര ട്രോൾ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ ലാലേട്ടന്റെ തോക്ക് 400 സിനിമയ്ക്ക് തോക്ക് പിടിച്ച ലാലേട്ടനെ 250 പടത്തിനെങ്കിലും ലാലേട്ടൻ ആക്ഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ആംഗിൾ പോലും നോക്കാതെ ഇവിടെ ചില ആൾക്കാർ ഉണ്ടാക്കാൻ വരുന്നെങ്കിൽ പിന്നെ കൈലാഷ് ട്രോൾ ചെയ്തതിൽ എന്താണ് അത്ഭുതം? അല്ല, ഇപ്പൊ ഞാൻ പൊക്കോട്ടെ. അല്ല, ഞാൻ പറയാം, ഈ ഒരു സൗഹൃദം ബോണ്ടിങ്ങും ഉള്ളതെടുത്ത് പിന്നെ നമ്മൾ ഇതൊന്നും നോക്കുന്നില്ല. അങ്ങനത്തെ വൈബിലാണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ ആ സിനിമ ചെയ്യുമ്പോ അവൻ വന്നിരിക്കും, എനിക്കറിയാം. പക്ഷെ ഇവിടെ ഇവര് സെറ്റായിരുന്നു. ഞാൻ ഇതിനകത്തോട്ട് വന്ന് കയറി കൊടുക്കുകയാണ്. ഇവരുടെ ഞാൻ ഇതിനകത്ത് എങ്ങനെ സെറ്റ് ആവുമോ എന്നുള്ളതായിരുന്നു. അതാണ് ഞങ്ങളുടെ ഫേമസ് കഥ പറഞ്ഞത്. എന്റെ പൊന്നേ, അയ്യോ, സിദ്ദിഖ് ഒരു ദിവസം രാവിലെ ഫോൺ വിളിക്കട്ട, സിദ്ദിഖ് വെച്ച്, നീ എന്തിനാടാ അവിടെ കഥ പറയാൻ, നീ എന്തിനാടാ ഇയാളോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സിദ്ദിഖ് അറിഞ്ഞോ, അവിടെ ഉണ്ടായ ഒരു കൊച്ചു കഥയാണ്, കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഷെയ് പറഞ്ഞിട്ടുണ്ടാവും, സിദ്ദിഖോട് പറഞ്ഞിട്ടുണ്ടാവും, വാപ്പയോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഷെയ് അല്ലേ പറഞ്ഞേ, അവനും അറിയായിരുന്നു ഇത്, സംഭവത്തിലുള്ളൂ. ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ഷൂട്ട് ചെയ്യണേ. അറിയാലോ, ഇല്ലായ്മയും ഗതികേടും കഷ്ടപ്പാടുമാണല്ലോ. ആക്ച്വലി അതൊരു ഹോസ്പിറ്റലാണ്. ആക്ച്വലി അതൊരു ഹോസ്പിറ്റലാണ്. ഒരു 10 റൂമൊക്കെ ഉള്ള ചെറിയ ഒരു ഡോക്ടറുടെ ഒരു ഹോസ്പിറ്റൽ. ആ ഡോക്ടറും ഒരു 2-3 സ്റ്റാഫും ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ. അനു എങ്ങനെയോ അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഉച്ച വരെ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ ചെന്നേക്കെ ഞങ്ങള് 5 സീനുകൾ എടുക്കാനുള്ള ഹോസ്പിറ്റലിനകത്ത്. ഒരിക്കലും അത് തീരാൻ പോകുന്നില്ല. വൈകിട്ട് വരെ ഉച്ചയായപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് തീരില്ല. എനിക്ക് തോന്നുന്നു അയാളുടെ അവിടെ ഉണ്ടായിരുന്ന എക്സ്റേയും സ്റ്റാഫിനെയും ഒക്കെ പറഞ്ഞു വിട്ടു. കാരണം എന്ന് വെച്ചാൽ ഇന്നിവിടെ പേഷ്യന്റും വരാനില്ല. ആ അവസ്ഥയിൽ അയാൾ ഇത് അടച്ചിട്ട് പോകണമല്ലോ എന്ന് വെച്ചിട്ട് അയാൾ അങ്ങ് സൈഡിൽ ഒരു മുറിയിൽ ഇരിക്കുന്നുണ്ട്. അവിടെ എക്സ്റേ ഇല്ല, അത് പറയാം. അങ്ങനെ ഒരു ആശുപത്രിയാണ്, വളരെ കുറച്ചാണല്ല. അങ്ങനെ അനു അതെങ്ങനെ സെറ്റപ്പ് ചെയ്താൽ തിരുവനന്തപുരത്ത് കുറച്ച് അപ്പുറത്തൊരു സ്ഥലത്താണ്. അപ്പോൾ ഒരു മുറിക്കകത്ത് ഷെയ്യുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്, മറ്റേ ഹീറോയിനുണ്ട്, ഒരു നേഴ്സ് ഉണ്ട്, അങ്ങനെ 3-4-5. അപ്പോൾ ചെറിയ റൂമാണ്, സ്റ്റഡി ക്യാമാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി എല്ലാവരും, അപ്പോൾ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ ഇടയ്ക്ക് വരും, വെള്ളം വേണം, നീ പൊക്കോ, ഇവിടെ പെട്ടെന്ന് തീർക്കട്ടെ, അവനെ പറഞ്ഞു വിടും. അപ്പൊ ഇടയ്ക്ക് മേക്കപ്പിന് ഇത്രയൊക്കെ മേക്കപ്പ് മതി ഈ പടത്തിന്, മാറിക്കണം. അത് ആരാ റൂമിൽ വന്നാലും ഷൗട്ട് ചെയ്ത് പുറത്തേക്ക് വിടും. അപ്പം ഇച്ചിരി ലെങ്തി സീനാ, സ്റ്റഡി ക്യാം വെച്ചിട്ട് ഒറ്റ ഷോട്ടിൽ എടുക്കാൻ ശ്രമിക്കുക, എല്ലാം പൊളിഞ്ഞിട്ടേ. അപ്പൊ ഡയറക്ടർ പറഞ്ഞു, ഒറ്റ ഒരാൾ ഈ ആർട്ടിസ്റ്റും ക്യാമറമാനും അല്ലാതെ ഒറ്റ ഒരാൾ ഈ റൂമിൽ വന്നേക്കത്, വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്ത് പോകാൻ പറഞ്ഞു. എല്ലാവരും പുറത്ത് പോയി പേടിച്ച് മാറി നിൽക്കുക. തൊട്ടപ്പുറത്തെ റൂമിൽ മോണിറ്റർ വെച്ചിട്ട് ഡയറക്ടർ അവിടെ ഇരിക്കുക. അപ്പോൾ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ജോഷി അല്ലേ, ജോഷി മാത്രം സ്ക്രിപ്റ്റും കൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടൻ ഡയലോഗ് പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇവരോട് സാർ ഓക്കെയാണോ എന്ന് പറയുമ്പോൾ അവൻ പോയി പുറത്ത് വെക്കും. അപ്പുറത്തെ റൂമിൽ മോണിറ്ററിൽ കാണാം, ഷോട്ട് എടുക്കും, കട്ട്, അടുത്ത പെട്ടെന്ന് കാണാം ഡയലോഗ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന്, അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2-3 മണിക്കൂറായിട്ട് ഷൂട്ട് എടുക്കുക കേട്ടോ. അവിടേക്ക് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനൊന്നും ഒരാളും ഇല്ല. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇതേ കിടക്കണം, കട്ടിലിൽ കിടന്നിട്ട് ഞാനിങ്ങനെ ചെന്ന് ചേട്ടനെ പിടിക്കണം. അപ്പോൾ ചേട്ടൻ ഇപ്പം ഈ കുറച്ച് സ്ട്രഗിളായിരിക്കുന്നത്. ചേട്ടനെ ഇപ്പം കുറച്ച് നേരമായിട്ട് ചോദിച്ചു, ഈടാ ഒരു വെള്ളം തരം ഒരു മനുഷ്യൻ, ചേട്ടൻ ഈ അവസ്ഥ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ
നമ്മുടെ പാവ അവൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. അവൻ ഇനി പ്രൊഡക്ഷനിൽ ഒരു പയ്യനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവന് അപ്പം നമ്മൾ ഈ അറിയാലോ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും 5-6 കുപ്പി റീഫിൽ ചെയ്തിട്ട് ആർക്ക് പണി എടുത്തു അതവിടെ വെച്ചിട്ടുണ്ട്. അവനൊരു ബക്കറ്റ് ഓടി എടുത്തു അവിടെ ഇരിപ്പുണ്ട്. അവനത് എടുത്തിട്ട് ഒരു കുപ്പി തുറന്ന് ചേട്ടനോട് കൊടുത്തു. കാരണം ഇനി ആ തുറക്കാനുള്ള സമയം കളയണ്ട എന്ന് വെച്ചിട്ട് തുറന്നിട്ട് ചേട്ടൻ കൊടുത്തു. അപ്പൊ ഈ സമയത്ത് ഡയറക്ടർ സെറ്റപ്പ് ഒന്നും ഇത് അറിയുന്നില്ല. കാരണം ഈ സ്റ്റഡി ക്യാം ആയതുകൊണ്ട് ഷോട്ട് കാണിച്ചു, ക്യാമറ ഡൗണിൽ പിടിച്ചേക്കുക. റെഡി എന്ന് പറയാം, അവിടെ റെഡി അല്ലേ, ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് നമുക്ക് കേൾക്കാം. അപ്പൊ ചേട്ടന് ഒരു ഇത്ര സമയമുള്ളൂ വെള്ളം കുടിക്കാൻ. ചേട്ടൻ ഇത് വെള്ളം കുടിക്കുകയും ഞങ്ങൾ കുടിച്ച് കുടിച്ചത് നമുക്ക് ഓർമ്മയുള്ളൂ. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി ഓടാൻ പറ്റില്ല, കാരണം ഒരു ഡോറേ ഉള്ളൂ. ആ ഡോറിൽ ക്യാമറമാനും ഫോക്കസ് പുള്ളറും കൂടെ നിൽക്കുക. അങ്ങോട്ട് പോയിട്ട് അവിടെ ഇടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാ. അതിന്റെ ചേട്ടൻ ഈ സൈഡ് വരുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വിൻഡോ ഉണ്ട്. ആ ജനല് ലൈറ്റ് ചെയ്തിട്ട് മറ്റേ ഇത് ചെയ്ത് പേപ്പർ ഇട്ട് ഫുൾ ലോക്ക് ചെയ്ത് വെച്ചേക്കാം, വെട്ട ഭാഗത്തോട്ട് വരാതിരിക്കുക. അവിടെ ചെന്ന് അവിടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടൻ എന്തിനീ ഓടുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട്, അതേ പോയി ഇടിച്ചിട്ട് വായിലിരുന്ന വെള്ളം തുപ്പി പുറത്തേക്ക്. ചേട്ടാ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ആകെ പ്രശ്നമായി. എന്തൊരു ചേട്ടാ, എടാ അത് ഡീസലാണോ? അത് ശരിക്കും അത് ഡീസലല്ല, അത് ഡീസൽ കൊണ്ടുവന്ന ഏതോ കുപ്പി കഴുകാതെ അതിലേക്ക് വെള്ളം മറച്ചു വെച്ചതാണ്. അതാണ് പറ്റിയത്. അവർ ഒഴിയിട്ട് അനു ഭയങ്കര പ്രശ്നമായി. പ്രൊഡക്ഷനിലെ പിള്ളേർ വിളിക്കുന്നത് നിങ്ങൾ എന്തോടാ കാണിക്കുന്നത്, എൻ്റെ ആർട്ടിസ്റ്റ് ഭയങ്കര പ്രശ്നമായി. ആക്ച്വലി സംഭവിച്ചത് അവിടെ ഷൂട്ടിംഗ് ആണ് രാവിലെ വന്ന ഏതോ ആൾക്കാർ ബൈക്കിൽ, അത് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത് ഈ ബൈക്കിൽ നമ്മൾ പെട്രോൾ കുറഞ്ഞപ്പോൾ മറ്റേ ബൈക്കിൽ നിന്ന് നമ്മളിങ്ങനെ ഊറ്റിയെടുക്കില്ലേ, ഇങ്ങനെ ഇവൻ ഈ അവിടെ ഇരുന്ന കുപ്പി എടുത്തിട്ട് അപ്പുറത്തെ ബൈക്കിന് കൊടുത്തു. തിരിച്ചു പെട്രോൾ ഒന്നും ഇല്ലാഞ്ഞിട്ട് ഈ കുപ്പി അവിടെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഫുൾ കുപ്പിയാണല്ലോ, ഇവിടെ തീരുന്നതനുസരിച്ച് ഇത് ഫില്ല് ചെയ്യും. ഇവൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, പിള്ളേരൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെ പറ്റിപ്പോയതാ. അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് എടുത്ത് കൂട്ടിച്ച് ഇതായി കുറച്ചങ്ങ് ഇറക്കി സാധനങ്ങൾ. അന്നേരമാണ് എനിക്ക് ഇതിന്റെ ഇത് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഓക്കാനോ പിന്നെ ഷോട്ട് കൊടുക്കണം. അപ്പൊ അവിടുന്ന് ചോദിക്കുന്നുണ്ട് കാണിക്കുന്നത് പെട്ടെന്ന്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു ആശുപത്രി കൊണ്ടുവന്ന്. അനു പറയാ എനിക്കിവിടെ വിശ്വാസമില്ല, നമുക്ക് അവിടുന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അതെ എക്സ്റേ എടുത്തു നോക്കാം. ഇവിടെ ഇല്ല, പുറത്തു പോയിട്ട് ഇവിടെ ഒമ്പരക്ക് ഷൂട്ട് തീർക്കണം. അങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ന്യൂമോണിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ലങ്സിനാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഡീസൽ മൊത്തത്തോടെ എടുത്ത് കുടിച്ചതല്ല. പക്ഷെ എനിക്ക് അങ്ങോട്ടിരിക്കുമ്പോ ഓക്കാൻ, ഞാൻ ഈ ഷോട്ടിന് ഇടയ്ക്കൊന്ന് ഇറങ്ങി ഓടും, വെളിയിൽ പോയി ഓക്കാൻ എനിക്ക് ഒന്നും പോകാനില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടനെടുത്ത് ഒന്നും പോയാലോ ഭക്ഷണവും ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് അല്ല ഇതെല്ലാം കഴിഞ്ഞ് ചേട്ടന്റെ അടുത്ത് ആരും സിഗരറ്റ് ഒന്നും വലിക്കലെന്ന് പറഞ്ഞാൽ ഈ ഷോട്ടിനിടയ്ക്ക് എനിക്ക് ഏമ്പക്കം വരും. ഈ ഗ്യാസ് അടിക്കട്ടെ. ഞാൻ ചേട്ടനെ ഇങ്ങനെ കുത്തിരി പിടിച്ചിട്ട് നിങ്ങൾ എന്താ വിചാരിച്ചേക്കണെന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ആവുമല്ലോ, ഇങ്ങനെ ഒരു ഫേസ് ഞാൻ വിടും. കാരണം നമുക്കിങ്ങനെ പെട്രോൾ ഡീസലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ആകെ പ്രശ്നമായി. അതെല്ലാം അത് സോൾവ് ചെയ്ത് രാത്രി ചേട്ടന് ഞങ്ങൾ ഒമ്പതിരിക്കുമ്പോ തീർത്ത് തൈരൊക്കെ കൊടുത്ത് ഇവിടെ തണുപ്പിക്കേണ്ട ഫുൾ ചൂടായിട്ടില്ലേ എല്ലാം സെറ്റിൽ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വന്നിരിക്കുക. അപ്പം ചേട്ടൻ ഇങ്ങനെ നടന്ന് നല്ല രസമായിട്ട് ഒരു ഷോർട്ട്സും ടീഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട് ചേട്ടാ, എന്ത് പറ്റി എന്ന് എല്ലാവരും ഭയങ്കര ഓവർ കെയർ. അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ ഓരോരുത്തർ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തലേദിവസം വരെ ചേട്ടനോട് ഗുഡ് മോർണിംഗ് ആരെയും ഗുഡ് മോർണിംഗ് പറയാം. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഞാനിനി വിചാരിച്ചിനിപ്പോൾ ഇത് ഞാനും കൂടി ചേട്ടാ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണ്ട. കാരണം വയ്യാത്ത ഒരാളോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ചേട്ടനോട് ചേട്ടാ മൈലേജ് എങ്ങനെ ഉണ്ടായിരുന്നു, ചേട്ടനെ പിറ്റേ മൈലേജ് ഒക്കെ എങ്ങനെ ഇതാണ് സിദ്ധിക്കാൻ ആരും വിളിച്ചു. നീ എന്തിനാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അത് വേറെ ആരും പറഞ്ഞു അവന്റെ അടുത്ത് വല്ലാത്ത തമാശ മേലെ ഇങ്ങനെ തമാശ പറഞ്ഞു. ഒത്തിരി അനുഭവങ്ങളുള്ള സിനിമയായിരുന്നു. ആ കമ്പനിയിൽ ആ കുടുംബത്തിൽ നിങ്ങളും എൻട്രി ആയിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡീസലും പെട്രോളും. എന്തായാലും നമ്മൾ സിനിമയിലും കൂടെ നമ്മൾ രസകരമായ കാര്യങ്ങളാണ് പറഞ്ഞ് തന്നെ പോയതെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. മറ്റ് ആർട്ടിസ്റ്റുകളൊന്ന് പറയുമോ? നമ്മളിവിടെ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളുടെ പേരുകളൊന്നും പറഞ്ഞല്ലോ നമുക്ക്. ഇനി നമുക്ക് ഉള്ളത് പ്രശാന്ത് അലക്സാണ്ടറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കഥാപാത്രം ചെയ്തത്, സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. പിന്നെ അഖിൽ പ്രഭാകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനക്കെന്തിൻ്റെ കട, ചതി, അങ്ങനെ കുറേ പടങ്ങൾ നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. അയാളൊരു വില്ലൻ ക്യാരക്ടറാണ്, ലിസ്റ്റിൻ എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതിഥി മോഹനാണ്
നായിക കഥാപാത്രം ചെയ്യുന്നു. പിന്നെ സ്മിനു സിജോ, അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് ശ്രീജിത്ത് നമ്മുടെ ശ്രീത്രവിയേട്ടനുണ്ട്. ശ്രീത്രവിയേട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഹമീദ് ഹസൻ എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ബോബൻ ആലുമണി ചേട്ടൻ, നമ്മുടെ ക്രിസ് വേണുഗോപാൽ, അങ്ങനെ കുറച്ച് പേരുണ്ട്. നാദി ബക്കർ ഉണ്ട്. നാദി ബക്കർ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായ എൻ്റെ ശരിയും പേഴ്സണൽ സുഹൃത്തു കൂടിയാണ് നാദി ബക്കർ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമ തന്നെയാണ് അടുത്തുള്ള കാറ്റഗറി. അപ്പൊ ഇവരൊക്കെ നേരത്തെ ഈ കുടുംബത്തിൽ അംഗങ്ങളായിരുന്നു. ആൾമോസ്റ്റ് എല്ലാവരും നേരത്തെ ജോലിക്കാരല്ല ഇപ്പൊ റിലീസായ ആ കള്ളത്തിലുമൊക്കെ ഇവരൊക്കെ ഭാഗമാണ്. എല്ലാത്തിലും ഉണ്ട്. വന്നാ പിന്നെ വിട്ടിട്ടില്ല അല്ലേ? ഫ്രണ്ട്സ് സിനിമയിൽ ജഗതി ചേട്ടൻ പെയിന്റ് പഠിക്കുന്ന ടീമിനൊക്കെ ചില ദിവസം ഷഹീൻ എന്നോട് വിളിച്ച് ചോദിക്കും, എന്താ പറയുക, നമുക്ക് ഈ സർക്കസ് കൂടാനും പരിപാടി വിടണ്ട. സർക്കസ് കൂടാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിയാണ് ഈ സർക്കസ് കൂടാനും പരിപാടി വിട്ടിട്ടൊരു പരിപാടി ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. എല്ലാം സൗഹൃദം കൊണ്ട് അങ്ങനെ സിനിമ ഉണ്ടായതും ഞാൻ ഒരു പടം സ്റ്റോപ്പായി നിൽക്കുമ്പോൾ നിർമ്മാതാവുന്നതും ഇതെല്ലാം ഇവരുടെ ഈ സൗഹൃദത്തിന്റെ പുറത്താണ്. അത് പ്രശാന്ത് അലക്സാണ്ടറും ഇവരെ പോലെ തന്നെ എടുത്ത് പറയണം, പ്രശാന്ത് അലക്സാണ്ടറും ശ്രീത്രിവിയേട്ടനും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് എന്നോട് സഹകരിച്ചിട്ടുള്ളത്. പൈസ സുനി ചേച്ചിയും എല്ലാം പൈസ ഇല്ലാതെ എന്ന് പറയുന്ന തരത്തിൽ തന്നെയാണ് സഹകരിച്ചിട്ടുള്ളത്. അത് എല്ലാവരും ആൾമോസ്റ്റ് എല്ലാവരും എൻ്റെ ഇതിനുള്ള മുമ്പുള്ള സിനിമയ്ക്കും അത് ചെയ്തു എന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ മടിയാണ്. ഷെയ്നോട് ഞാൻ പറയും ബഡ്ജറ്റ് ഇത്തവണ നീ വേണ്ട, ബഡ്ജറ്റ് ഇല്ലാത്തൊരു പരിപാടിയാണെന്ന് പറയുമ്പോൾ ഷെയ്ൻ പറയും അതെന്താണ് ഞാൻ ഇല്ലാത്ത എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഹാപ്പി, അപ്പോൾ അവർ ഓക്കെയാണ് എന്ന് പറയുന്നൊരു ഇതിലാണ്. അല്ല, ഇങ്ങനെയും സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെയും നിർമ്മാതാക്കളുണ്ട്, ഇങ്ങനെയും ആക്ടേഴ്സ് ഉണ്ട്. അതാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ആക്ടേഴ്സിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല ആക്ടേഴ്സും അവരെ വെച്ചിട്ട് സ്വപ്നം കാണുന്ന സംവിധായകരുണ്ടായത് കൊണ്ടാണ് അവർ ആ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ വെച്ചിട്ട് സ്വപ്നം കാണാൻ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇനി വേറെ ആദ്യത്തെ സ്വപ്നമായിട്ടുള്ളൂ, രണ്ടാമത്തെ ഇതില് ഇപ്പൊ നമ്മുടെ സർക്കിളിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ കളിചിരികളൊക്കെ ചേർന്നുള്ള സിനിമ. അപ്പൊ ഞാൻ പക്ഷേ 15 ദിവസം കൊണ്ട് ഈ സിനിമ തീർത്തിരിക്കുകയാണ് ഷൂട്ടിങ്. അപ്പൊ ആ കളിചിരിക്കിടയിൽ ഇവര് നമ്മൾ സീൻ എടുക്കുന്നതൊന്നും വളരെ മനസ്സിലാക്കുന്നില്ല. അപ്പൊ സീനിന്റെ എണ്ണം എത്ര കടന്നു എന്ന് അറിയില്ല. ഇത് ഈ കളിചിരിയും നടക്കില്ല എന്ന് പറയുന്ന സ്ഥിരം ടോക്ക് എൻ്റെ സിനിമാ തെറ്റുകളുണ്ട്. അവസാനം ഞാൻ ഈ പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സിൽ പടം തീർക്കുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊക്കെ ജയശങ്കരേട്ടന് ചില ഡൗട്ടുകൾ വരും. ജയശങ്കരേട്ടൻ ഇതെങ്ങനെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു, ഇത് ഫൈറ്റ് മാസ്റ്റർ വെച്ച് ചെയ്യേണ്ട സീക്വൻസ് അല്ല, ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നോ, ഇതിങ്ങനെ ചെയ്താൽ മതിയോ എന്ന് എന്നോട് ഒരുപാട് കൂടെ ചോദിച്ചിട്ടുണ്ട്. അത്തരം സംശയങ്ങളൊക്കെ, കാരണം പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന എല്ലാ സംശയങ്ങളും ജയശങ്കരേട്ടന് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫിലിം മാർക്കറ്റ്, IFFK ഫിലിം മാർക്കറ്റ് നമ്മുടെ ഈ സിനിമ ഒരു പ്രിവ്യൂ ചെയ്തു. ഒരുപാട് സിനിമാക്കാരും അല്ലാതെയും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്ന വേദിയിൽ നമ്മൾ പ്രിവ്യൂ ചെയ്യുകയും അതോടെ ജയശങ്കരേട്ടൻ്റെ സംശയങ്ങൾ മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ല പ്രിവ്യൂ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വീഡിയോ കണ്ടന്റുകളായിട്ടുണ്ട്. ഫിലിം ക്രിട്ടിക്സ് വരെ സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സതീന്ദ്ര എന്ന് പറയുന്ന തമിഴിലെ ഫിലിം ക്രിട്ടിക്കൊക്കെ കൊണ്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടന്റുകളായിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര പെട്ടെന്ന് എല്ലാവരിലേക്കും ഒരു എനർജി തന്നിട്ടുണ്ട്. നമ്മുടെ സിനിമ ഒരു ശ്രദ്ധിക്കപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജയശങ്കരേട്ടനും അതുവരെ ജയശങ്കരേട്ടൻ ഇല്ലാത്തൊരു പുഷ് ജയശങ്കരേട്ടൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ അതിനുശേഷം കണ്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കട്ടെ. എന്തായാലും നമ്മൾ രസകരമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ മറുവശം എന്തിനും ഒരു മറുവശമുണ്ട്, അതുപോലെ ഈ സിനിമയ്ക്ക് ഒരു മറുവശമുണ്ട്. ആ മറുവശത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സിനിമയിലേക്കല്ല നമ്മൾ കൂടുതൽ പോയത്, പക്ഷേ നിങ്ങളുടെ എല്ലാ ജീവിതത്തിലാണ് നമ്മൾ കൂടുതൽ നിന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു.